എല്ലാവരും കണ്ണുകളടച്ച് നമ്മുടെ നിയോഗങ്ങളെല്ലാം തമ്പുരാൻ്റെ മുമ്പിലേക്ക് സമർപ്പിച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ഒപ്പം തന്നെ ഇന്നത്തെ ശുശ്രൂഷകൾ ഏറ്റു നടത്തുന്നവരുണ്ട്, പ്രത്യേകം നമ്മളോട് പ്രാർത്ഥനാ സഹായം ചോദിച്ചിരിക്കുന്നവരുണ്ട്. അവരെ എല്ലാം കർത്താവിൻ്റെ കാരുണ്യത്തിലേക്ക് സമർപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. ഇന്നത്തെ ശുശ്രൂഷ ഏറ്റു നടത്തുന്നവരും പ്രത്യേകം പ്രാർത്ഥനാ സഹായം ചോദിച്ചിരിക്കുന്നത് മരിയ, ഏഥൻ, റിയ, അതുൽ, ജസി, മാർട്ടിൻ, ജയദീപ്, എബിൻ, മേരി, ഏഞ്ചൽ, അഗസ്റ്റിൻ, സോനു, ജോസഫ് അരുൺ, ജോസഫ് നിതിൻ, നിബിൻ, അലീന, കത്രീന, മറിയം, ഫ്ലസി, ഫെമിൻ, ഫെൻസ്, സ്നേഹ, മേഘ, എൽദോ, ഡേവിസ് ചിറ്റൻപള്ളി, അക്ഷയ, ഫെബിൻ, അനില, ഡാൻഡോ, ആഡോൺ, ജൊബാന, ഫ്ലവർലെറ്റ്, റാണി മരിയ, റോസ് മരിയ, എൽസ മരിയ, ആശംസ്, അഞ്ചൽ, സ്നേഹ, സെബിൻ, ജിൻജു, ജിൻസി, മനോജ്, ഫിലോമിന, ജോസഫ്, സിനീബ്, ജോൺസൺ, ജോമറ്റ്, മേരി, മധു എന്നിവർക്ക് വേണ്ടിയിട്ടും അവരുടെ എല്ലാ നിയോഗങ്ങൾക്ക് വേണ്ടിയിട്ടും ഓൺലൈനിലൂടെ ശുശ്രൂഷ സംബന്ധിക്കുന്ന എല്ലാവരെയും നമ്മുടെ പ്രത്യേകമായി നിയോഗങ്ങളെ സമർപ്പിച്ചുകൊണ്ട് നമുക്ക് കണ്ണുകളടച്ച് പ്രാർത്ഥിക്കാം. പരിശുദ്ധാത്മാവിന്റെ കൃപയാൽ ശുശ്രൂഷകൾ അനുഗ്രഹീതപ്രദമായി തീരുവാനും നമ്മുടെ നിയോഗങ്ങളിൽ വലിയ കൃപ നേടുവാൻ ആഗ്രഹിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. ആത്മാവാം ദൈവമേ വരണേ, എൻ്റെ ഉള്ളിൽ വസിക്കാൻ വരണേ. ആത്മാവാം ദൈവമേ വരണേ, എൻ്റെ ഉള്ളിൽ വസിക്കാൻ വരണേ. ദാഹിച്ചു നിന്നെ ഞാൻ തേടുന്നു, സ്വർഗം തുറന്നിറങ്ങി നീ വരണേ. ദാഹിച്ചു നിന്നെ ഞാൻ തേടുന്നു, സ്വർഗം തുറന്നിറങ്ങി നീ വരണേ. ആത്മാവാം ദൈവമേ വരണേ, എൻ്റെ ഉള്ളിൽ വസിക്കാൻ വരണേ. തിരുരക്തത്താൽ അഭിഷേകം ചെയ്യണേ, അഗ്നിയാൽ പരിശുദ്ധി നൽകണേ. തിരുരക്തത്താൽ അഭിഷേകം ചെയ്യണേ, അഗ്നിയാൽ പരിശുദ്ധി നൽകണേ. ആത്മാവാം ദൈവമേ വരണേ, എൻ്റെ ഉള്ളിൽ വസിക്കാൻ വരണേ. ആത്മാവാം ദൈവമേ വരണേ, എൻ്റെ ഉള്ളിൽ വസിക്കാൻ വരണേ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. മിശിഹായിൽ ഏറ്റവും പ്രിയപ്പെട്ടവരെ, ഈശോയുടെ തിരുഹൃദയത്തിന് പ്രതിഷ്ഠിതമായ ഈ ആദ്യ വെള്ളിയാഴ്ച ദിവസം നമ്മളെല്ലാവരും കർത്താവിൻ്റെ തിരുഹൃദയ സന്നിധിയിൽ ഒന്നു ചേർന്നിരിക്കുകയാണ്. അവിടുത്തെ സന്നിധിയിൽ നമ്മുടെ എല്ലാ ഭാരങ്ങളും ദുഃഖങ്ങളും എല്ലാം ഏൽപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ ജീവിതത്തിൻ്റെ എല്ലാ ദുഃഖങ്ങളും ഏറ്റെടുക്കുവാൻ ആഗ്രഹിക്കുന്നവനാണ് കർത്താവ്. അവിടുന്ന് തൻ്റെ ശിഷ്യന്മാരോടും ജനങ്ങളോടും പറഞ്ഞു, അധ്വാനിക്കുന്നവരും ഭാരവഹിക്കുന്നവരുമായി നിങ്ങളെല്ലാവരും എൻ്റെ അടുക്കൽ വരുവിൻ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാം. ഈ വാക്ക് പറഞ്ഞുകൊണ്ട് നമ്മെ എല്ലാവരെയും സ്നേഹപൂർവ്വം ക്ഷണിക്കുന്ന കർത്താവിൻ്റെ സന്നിധിയിലേക്കാണ് നമ്മൾ വന്നിരിക്കുന്നത്. ഈശോ വീണ്ടും പറഞ്ഞു, ഞാൻ വന്നിരിക്കുന്നത് നിങ്ങൾക്ക് ജീവനുണ്ടാകാനും അത് സമൃദ്ധമായി ഉണ്ടാകുവാനുമാണ്. ആ ജീവൻ തരാൻ വേണ്ടിയാണ് അവിടുന്ന് ഈ ലോകത്തിലേക്ക് മനുഷ്യനായിട്ട് അവതരിച്ചതും, അതിനുവേണ്ടിയാണ് അവിടുന്ന് നമ്മളെ കാര്യങ്ങളെല്ലാം പഠിപ്പിച്ചതും, അതിനുവേണ്ടിയാണ് അവിടുന്ന് പാടുപീടുകൾ സഹിച്ച് മരിച്ചതും ഉത്ഥാനം ചെയ്തതും എല്ലാം. ആ യേശുവിൻ്റെ ജീവൻ സ്വന്തമാക്കാൻ
ഈ ബലി വഴി നമുക്ക് ശ്രമിക്കാം. ഒരു നിമിഷം കണ്ണുകൾ അടച്ച് നമ്മുടെ ഹൃദയങ്ങളും മനസ്സുകളും സ്വർഗത്തിലേക്ക്, ആരാധ്യനായ പിതാവിൻ്റെ പക്കലേക്ക് നമുക്ക് ഉയർത്താം. സ്വർഗീയ പിതാവേ, സർവശക്തനായ ദൈവമേ, ആകാശത്തിനെയും ഭൂമിയുടെയും അതിലുള്ള സകലത്തിൻ്റെയും സൃഷ്ടാവും പരിപാലകനുമായ ദൈവമേ, ഞങ്ങളുടെ കർത്താവ് ഈശോ മിശിഹായുടെ പിതാവേ, അങ്ങയുടെ കാരുണ്യം ഞങ്ങളിതാ പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ പുത്രനായ യേശുവിൻ്റെ പരിശുദ്ധമായ വചനത്തെ വിശ്വസിച്ചുകൊണ്ട് ഈ ബലിയർപ്പിക്കാനും പ്രാർത്ഥിക്കാനും ഒന്ന് ചേർന്നിരിക്കുന്ന ഈ മക്കളുടെ മേൽ അങ്ങയുടെ കൃപയും അനുഗ്രഹവും വർഷിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. യേശുവിൻ്റെ പരിശുദ്ധമായ നാമത്തിൽ ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥനകൾ അങ്ങ് കേൾക്കണമേ. സ്വർഗത്തിൻ്റെയും ഭൂമിയുടെയും നാഥനായ പിതാവേ, യേശുവിൻ്റെ നാമത്തിൽ അർപ്പിക്കുന്ന പ്രാർത്ഥനകൾ അങ്ങ് ശ്രവിക്കണമേ. സ്വർഗത്തിൻ്റെ ശക്തി ഞങ്ങൾ എല്ലാവരുടെ മേലും ഇറങ്ങട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ആരാധ്യനായ പിതാവേ, ഹല്ലേലൂയ. മഹത്വത്തിന്റെ ദൈവമേ, ഹല്ലേലൂയ. സ്വർഗീയ പിതാവേ, ഹല്ലേലൂയ. കാരുണ്യവാനായ ദൈവമേ, ഹല്ലേലൂയ. അനുഗ്രഹങ്ങളുടെ ദാതാവായ ദൈവമേ, ഹല്ലേലൂയ. കൃപാദാതാവായ ദൈവമേ, ഹല്ലേലൂയ. അത്ഭുതങ്ങളുടെ ദൈവമേ, ഹല്ലേലൂയ. മഹത്വത്തിന്റെ രാജാവേ, ഹല്ലേലൂയ. അത്യുന്നത പ്രകാശത്തിൽ വസിക്കുന്നവനെ, ഹല്ലേലൂയ. സ്വർഗീയ പിതാവേ, ഹല്ലേലൂയ. ഞങ്ങളുടെ മേൽ കനിയണമേ, സ്വർഗീയ പിതാവേ, ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ആബാ പിതാവേ, ആബാ പിതാവേ, ആത്മാവിനെ എന്നിൽ വർഷിക്കണമേ. ആബാ പിതാവേ, ആബാ പിതാവേ, ആത്മാവിനെ എന്നിൽ വർഷിക്കണമേ. യേശുവിൻ നാമത്തിൽ അർപ്പിക്കുന്ന ഞങ്ങൾ തൻ പ്രാർത്ഥന കേൾക്കണമേ. യേശുവിൻ നാമത്തിൽ അർപ്പിക്കുന്ന ഞങ്ങൾ തൻ പ്രാർത്ഥന കേൾക്കണമേ. ആബാ പിതാവേ, ആബാ പിതാവേ, ഞങ്ങൾ തൻ പ്രാർത്ഥന കേൾക്കണമേ. ആബാ പിതാവേ, ആബാ പിതാവേ, ഞങ്ങൾ തൻ പ്രാർത്ഥന കേൾക്കണമേ. യേശുവിൻ നാമത്തിൽ അർപ്പിക്കുന്ന ഞങ്ങൾ തൻ പ്രാർത്ഥന കേൾക്കണമേ. യേശുവിൻ നാമത്തിൽ അർപ്പിക്കുന്ന ഞങ്ങൾ തൻ പ്രാർത്ഥന കേൾക്കണമേ. ആ പിതാവിന്റെ പക്കലേക്ക് കരങ്ങൾ ഉയർത്തി നമ്മുടെ എല്ലാ പ്രാർത്ഥനകളും സമർപ്പിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്വർഗീയ പിതാവേ, ഞങ്ങളുടെ പ്രാർത്ഥനകൾ യേശുവിന്റെ നാമത്തിൽ സമർപ്പിക്കുന്ന പ്രാർത്ഥനകൾ അങ്ങ് കേൾക്കണമേ. ഈ മക്കളുടെ പ്രാർത്ഥനകൾ അങ്ങ് കേൾക്കണമേ. കൃപകളാൽ ചൊരിയണമേ. ഈ ബലിയുടെ ശക്തിയാലും യോഗ്യതയാലും ശക്തിയും നൽകണമേ. സർവശക്തനും പിതാവുമായ ദൈവമേ, ഞങ്ങളുടെ പുത്രനും കർത്താവുമായ ഈശോയുടെ നാമത്തിൽ ചോദിക്കുന്നത് എന്തും ഞങ്ങൾക്ക് നൽകുമെന്ന് വാഗ്ദാനം ചെയ്ത പിതാവേ, ആ യേശുവിൻ്റെ നാമത്തിൽ ഐക്യപ്പെട്ടുകൊണ്ട് അങ്ങയുടെ മക്കളിപ്പോൾ സമർപ്പിക്കുന്ന പ്രാർത്ഥനകൾ അങ്ങ് കേൾക്കണമേ. നമ്മുടെ ഓരോരുത്തരുടെയും നിയോഗങ്ങളെ സമർപ്പിക്കാം. പുത്രനായ യേശുവിൻ്റെ ബലിയുടെ ശക്തിയാൽ, ഇവിടുത്തെ പീഡാസഹനത്തിൻ്റെ കുരിശുമരണത്തിൻ്റെ യോഗ്യതയാൽ പിതാവേ, ഞങ്ങളുടെ പ്രാർത്ഥനകൾക്ക് ഉത്തരം നൽകി ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ ആത്മാവിനും മനസ്സിനും ശരീരത്തിനും വിടുതലും കൃപകളും നൽകി അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അതുവഴി ഞങ്ങളുടെ നാമത്തിൻ്റെ ശക്തിയും മഹത്വവും അറിഞ്ഞ്
അങ്ങേക്ക് അങ്ങയുടെ പ്രിയവത്തനും പരിശുദ്ധാത്മാവിനും സ്തുതി അർപ്പിക്കുവാൻ ഞങ്ങൾക്ക് ഇടയാക്കണമേ. വിവിധ നിയോഗങ്ങളോടെ നമ്മുടെ ഓരോരുത്തരുടെയും നിയോഗങ്ങളും ഇവിടെ കൂടിയിരിക്കുന്ന എല്ലാവരുടെയും നിയോഗങ്ങളെ സമർപ്പിച്ചുകൊണ്ട് ഈ ബലി ഒരുമയോടെ അർപ്പിക്കാം. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. തിരുനാളിൽ കർത്താവരുളിയ കൽപ്പന പോ തിരുനാമത്തിൽ ചേർന്നിടാ ഒരുമയോടെ ബലിയർപ്പിക്കാം. അനുരഞ്ജിതരായി തീർന്നിടാ ഗുരുവിൻ സ്നേഹമോടെ തിരുമുൻപാകെ അണച്ചിടാ പെസഹ തിരുനാളിൽ കർത്താവരുളിയ കൽപ്പന പോ തിരുനാമത്തിൽ ചേർന്നിടാ ഒരുമയോടെ ബലിയർപ്പിക്കാം. അത്യുന്നതമാം സ്വർലോകത്തിൽ സർവേശനു സ്തുതിഗീതം. ഭൂമിയിലെന്നും മർത്യനു ശാന്തി പ്രത്യാശയുമെന്നേക്കും. അത്യുന്നതമാം സ്വർലോകത്തിൽ സർവേശനു സ്തുതിഗീതം. ഭൂമിയിലെങ്ങും മർത്യനു ശാന്തി പ്രത്യാശയുമെന്നേക്കും. അത്യുന്നതമാം സ്വർലോകത്തിൽ സർവേശനു സ്തുതിഗീതം. ഭൂമിയിലെങ്ങും മർത്യനു ശാന്തി പ്രത്യാശയുമെന്നേക്കും. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങ് പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധൻ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ മഹത്വത്താൽ സ്വർഗവും ഭൂമിയും നിറഞ്ഞിരിക്കുന്നു. മലാഹമാരും മനുഷ്യരും അങ്ങ് പരിശുദ്ധൻ 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 എന്നുദ്ഘോഷിക്കുന്നു. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ്സ് സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമായ ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങൾ പ്രലോഭനത്തിൽ വീഴാനിടയാകരുതേ. ദുഷ്ടാരൂപി ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും
എന്നേക്കും അങ്ങയുടേതാകുന്നു. ആമേൻ. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. ഞങ്ങളുടെ പിതാവായ ദൈവമേ, മനുഷ്യവർഗത്തിന് നവീകരണത്തിനും രക്ഷയ്ക്കും സൗഖ്യത്തിനും വിടുതലിനും വേണ്ടി അങ്ങയുടെ പ്രിയപുത്രൻ കാരുണ്യപുരം നൽകിയ ഈ ദൈവരഹസ്യങ്ങളുടെ പരികർമ്മത്തിന് ബലഹീനരായ ഞങ്ങളെ അങ്ങ് ശക്തരാക്കണമേ. ഈ ബലിയുടെ ശക്തിയാലും യോഗ്യതയാലും പിതാവേ, ഞങ്ങൾക്ക് എല്ലാവർക്കും ആവശ്യമായ ആത്മശരീര സൗഖ്യവും വിടുതലും ലഭിക്കുന്നതിനും ഞങ്ങളുടെ പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞങ്ങേക്ക് സാക്ഷികളായി ജീവിക്കുന്നതിന് ഞങ്ങളെ സഹായിക്കണമേ. സകലത്തിൻ്റെയും നാഥ എന്നേക്കും. ആമേൻ. നിൻ ഗേഹത്തിൽ വാഴുന്നതിനോ പാവനമാം നിൻ മാമലയിങ്കൽ പാർക്കുന്നതിനോ യോഗ്യതയുള്ളോ എൻ കർത്താവേ ആരേ ഭൂമിയിൽ. വ്യാപാരത്തിൽ നിഷ്കന്മഷനും ന്യായം മാത്രം നോക്കുന്നവനും സത്യം തന്നെ പറയുന്നവനും വഞ്ചനാവിൽ തീണ്ടാത്തവനും നിസ്സാരതരം തിന്മകൾ പോലും സ്നേഹിതനെതിരായി ചെയ്യാത്തവനും അയൽവാസികളെ ദ്രോഹിപ്പതിനാൽ കൈക്കൂലീനം വാങ്ങാത്തവനും താതനുമതുപോൽ ദിവ്യാത്മജനും പരിപാവനമാം റൂഹായ്ക്കും ആദിമുതൽക്കെന്നതുപോലെന്നും സ്തുതി ഉയരട്ടെ. ആമേൻ ആമേൻ. സമാധാനം നമ്മോടുകൂടെ. ഞങ്ങളുടെ പിതാവായ ദൈവമേ, അങ്ങ് ഞങ്ങൾക്ക് നൽകിയിട്ടുള്ളതുമെന്ന കൃതജ്ഞത പ്രകാശിപ്പിക്കുവാൻ ഞങ്ങൾക്ക് കഴിയാത്തതുമായ എല്ലാ സഹായങ്ങൾക്കും നിരകൾക്കുമായി സകല സൗഭാഗ്യങ്ങളും നന്മകളും നിറഞ്ഞ് മുടിചൂടി നിൽക്കുന്ന സഭയെ ഞങ്ങൾ അങ്ങയെ നിരന്തരം സ്തുതിക്കും. മിശിഹായിൽ ഏറ്റവും സ്നേഹിക്കപ്പെട്ട പ്രിയ സഹോദരി സഹോദരന്മാരെ, നമ്മുടെ കർത്താവിൻ്റെ ജന്മത്തിരുന്നാളിന് നമ്മൾ ഒരുങ്ങിക്കൊണ്ടിരിക്കുകയാണ്. 25 നോമ്പിലേക്ക് പ്രവേശിച്ചിരിക്കുന്ന അവസരം നമ്മൾ പ്രത്യേകമാമിധം നോമ്പാചരിച്ചും പുണ്യപ്രവർത്തികൾ ചെയ്തും നമ്മുടെ കർത്താവിൻ്റെ ജന്മത്തിരുന്നാൾ ആചരിക്കാനായിട്ട് ഒരുങ്ങിക്കൊണ്ടിരിക്കുന്നു. വിശുദ്ധ യോഹന്നാൻ്റെ സുവിശേഷം 3-ാം അധ്യായം 16-ാം വാക്യത്തിൽ ഇപ്രകാരം സുവിശേഷകൻ എഴുതിയിരിക്കുന്നു: തൻ്റെ ഏകജാതനെ നൽകുവാൻ തക്കവിധം ദൈവം അത്രമാത്രം ലോകത്തെ സ്നേഹിച്ചു. അപ്പോൾ ലോകത്തെ അത്രമാത്രം ദൈവം സ്നേഹിച്ചതുകൊണ്ട്, ആ സ്നേഹത്തിൽ മനുഷ്യനെ സൃഷ്ടിച്ചതുകൊണ്ട്, അവന് നന്മ വരണമെന്ന് ആഗ്രഹിക്കുന്ന ദൈവം, അല്ലെ അവൻ്റെ അപകടത്തിലും അസ്വസ്ഥതയിലും അവനെ മോചിക്കുവാൻ തീരുമാനിച്ച ദൈവം അതിനായി തൻ്റെ ഏകജാതനെ നൽകുവാൻ തയ്യാറായി. ആ ഒരു സമർപ്പണത്തിൻ്റെ നൽകലിൻ്റെ ഓർമ്മയാണ് യേശുവിൻ്റെ ജനനത്തോടുകൂടി നമ്മൾ ആരംഭിക്കുന്നതും അനുസ്മരിക്കുന്നതും. പിതാവ് തൻ്റെ ഏകജാതനായ യേശുക്രിസ്തുവിനെ ഈ ലോകത്തിലേക്ക് അയക്കുവാൻ തിരുമനസ്സായി. അവിടുന്ന് വന്ന് ജീവൻ്റെ സുവിശേഷം വഴി നമ്മെ എല്ലാവരെയും വിളിക്കുകയും വിശുദ്ധീകരിക്കുകയും ചെയ്തു. നമ്മെ എല്ലാവരെയും സ്വർഗീയ ജീവിതത്തിലേക്ക്, ദൈവമക്കളുടെ ജീവിതത്തിലേക്ക് നമ്മളെല്ലാവരെയും ക്ഷണിച്ചു. മാത്രമല്ല, ആ ദൈവിക ജീവൻ സ്വന്തമാക്കാൻ എന്ത് ചെയ്യണമെന്ന് നമ്മളെ പഠിപ്പിക്കുകയും ചെയ്തു. അപ്പം അവിടുന്ന് ചെയ്ത വലിയൊരു കാര്യം, തിന്മയുടെ ബന്ധനങ്ങളിൽ നിന്ന് നമ്മളെ മോചിച്ച് ദൈവമക്കളായി നമ്മളെ ഉയർത്തി എന്നതാണ് യേശുവിൻ്റെ രക്ഷാകര പ്രവൃത്തിയായിട്ട് നമ്മൾ കാണുന്നത്. ഇന്നത്തെ സുവിശേഷത്തിൽ നമ്മൾ വായിച്ചു കേട്ടതുപോലെ ഈശോ പറയുകയാണ്, ഞാൻ നല്ല ഇടയനാണ്. നല്ല ഇടയൻ ആടുകൾക്ക് വേണ്ടി ജീവൻ സമർപ്പിക്കുന്നു.
യേശുവിൻ്റെ ജീവിതത്തെ മുഴുവനും നമ്മൾ കാണുന്ന അതാണ്. ആ നല്ല ഇടയനായ ഈശോ ആടുകൾക്ക് ജീവനുണ്ടാകാൻ വേണ്ടി, ആടുകൾ സുരക്ഷിതരാകാൻ വേണ്ടി തൻ്റെ ജീവൻ പോലും സമർപ്പിക്കാൻ തയ്യാറാകുന്ന നമ്മുടെ കർത്താവിനെയാണ് ഈ സുവിശേഷ ഭാഗത്ത് നമ്മൾ കാണുന്നത്. അത് പ്രത്യേകമായൊരു വചനം യോഹന്നാന്റെ സുവിശേഷം 10-ാം അധ്യായം 10-ാമത്തെ വചനമാണ്. ഇവിടെ ഈശോ പറയുകയാണ്, ഞാൻ വന്നിരിക്കുന്നത് നിങ്ങൾക്ക് ജീവനുണ്ടാകാനും അത് സമൃദ്ധമായി ഉണ്ടാകുവാനുമാണ്. നമ്മളിത് കൃത്യമായിട്ട് അറിയണം. കാരണം നമ്മൾ എന്തിനാണ് ഈശോ ഈ ലോകത്തിലേക്ക് വന്നത്? അവിടുന്ന് വന്നത് നമുക്ക് ജീവൻ തരാനും അത് സമൃദ്ധമായി നൽകുവാനുമാണ്. കുറേശ്ശെ തരാനല്ല, അതിൻ്റെ സമൃദ്ധിയും നൽകാനാണ് ഈശോ ഈ ലോകത്തിലേക്ക് വന്നത്. യേശുവിനെ പിതാവായ ദൈവം ഈ ലോകത്തിലേക്ക് അയച്ചത്. അപ്പം അവിടെ നമ്മൾ കാണുന്നു ഈശോയുടെ വചനം, കള്ളൻ വരുന്നത് മോഷ്ടിക്കാനും കൊല്ലാനും നശിപ്പിക്കുവാനുമാണ്. കാരണം കള്ളനായ സാത്താൻ, ദുഷ്ടനായ സാത്താൻ ചെയ്യുന്നതെല്ലാം നമ്മുടെ ജീവൻ നശിപ്പിക്കുക എന്നതാണ്. എല്ലാ അർത്ഥത്തിലും അത് യാഥാർത്ഥ്യമാണ്. കാരണം അവൻ്റെ എല്ലാ പ്രവർത്തികളും ജീവൻ നശിപ്പിക്കുന്നതാണ്. എന്നാൽ യേശുവിൻ്റെ എല്ലാ പ്രവർത്തികളും ജീവൻ നൽകുന്നതാണ്. ഇതാണ് അതിൻ്റെ വ്യത്യാസം. ഇപ്പൊ ജീവൻ നശിപ്പിക്കുന്നതും ജീവൻ നൽകുന്നതും, ഈ രണ്ട് യാഥാർത്ഥ്യങ്ങളെ കാണാൻ നമുക്ക് സാധിക്കും. ഇപ്പൊ ജീവൻ നശിപ്പിക്കുന്ന ശക്തി ഈ ലോകത്തിലുണ്ട്, ജീവൻ നൽകുന്ന ശക്തി മറുവശത്ത് ഈ ലോകത്തിൽ ഉണ്ട്. ഇപ്പൊ ജീവൻ നശിപ്പിക്കുന്നത് ആരാണ്? സാത്താനും അവൻ്റെ സൈന്യങ്ങളുമാണ്. ജീവൻ നൽകുന്നതും ജീവൻ രക്ഷിക്കുന്നതും ആരാണ്? യേശുവും അവൻ്റെ ദൂതന്മാരുമാണ്. ഇത് നമ്മൾ കാണുന്നു. എല്ലാ അർത്ഥത്തിലും ഈ ജീവന്റെ നാശം, ആ ജീവന്റെ ക്ഷയം നമ്മുടെ ജീവിതത്തിൽ, നമ്മുടെ ശരീരത്തിലും മനസ്സിലും ആത്മാവിലും ജീവൻ നഷ്ടപ്പെടുന്ന അവസ്ഥയുണ്ട്. ശരീരത്തിൽ ജീവൻ നഷ്ടപ്പെടുന്നതിനെ നമ്മൾ രോഗങ്ങളെന്ന് പറയും. നമ്മുടെ ശരീരത്തിന്റെ ആരോഗ്യത്തെ, ജീവനെ നശിപ്പിക്കുന്നതാണ് രോഗങ്ങൾ. മനസ്സിന്റെ ആരോഗ്യത്തെ നശിപ്പിക്കുന്നതാണ് മാനസിക രോഗങ്ങൾ, മാനസിക ദുഃഖങ്ങൾ, പീഡകൾ എല്ലാം മനസ്സിന്റെ ആരോഗ്യത്തെ കെടുത്തിക്കളയുന്നതാണ്. നമുക്കൊരു വിരുദ്ധ ചിന്ത വരുന്നു, ഒരു വിദ്വേഷം വരുന്നു, മറ്റൊരാൾ നമ്മളോട് ദുഷ്ടത പ്രവർത്തിക്കുന്നു, അത് കാണുന്നു, കേൾക്കുന്നു, അനുഭവിക്കുന്നു. അതുവഴി മനസ്സിന്റെ സന്തോഷം കിട്ടും, മനസ്സിന്റെ ആരോഗ്യം പോയി, മനസ്സിന്റെ ആ ശക്തി കുറഞ്ഞു, ആ ജീവൻ കുറഞ്ഞു, നമ്മുടെ മനസ്സ് തളരാൻ തുടങ്ങി. കണ്ടോ? അപ്പൊ അവിടെ ജീവൻ നശിക്കുകയാണ്, നശിപ്പിക്കപ്പെടുകയാണ്. എന്നാൽ യേശുവിനെ കേൾക്കുമ്പോൾ, ഈശോ പറഞ്ഞതനുസരിച്ച് പ്രവർത്തിക്കുമ്പോൾ, നമ്മളെ വേദനിപ്പിച്ചവരോട് ക്ഷമിക്കാൻ പറഞ്ഞ യേശുവിൻ്റെ വചനമനുസരിച്ച് നമ്മൾ ക്ഷമിക്കുമ്പോൾ, ആ ജീവൻ നേടാൻ വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞു, അതനുസരിച്ച് പ്രാർത്ഥിക്കുമ്പോൾ നമുക്ക് ജീവൻ വീണ്ടും കിട്ടുകയാണ്. അതാണ് ഈശോ പറഞ്ഞത്, ഞാൻ വന്നിരിക്കുന്നത് നിങ്ങൾക്ക് ജീവൻ ഉണ്ടാകാനും അത് സമൃദ്ധമായി ഉണ്ടാകുവാനുമാണ്. ആത്മാവിൻ്റെ തലത്തിലും അതെ, നമ്മുടെ ജീവനെ നശിപ്പിക്കുന്നത് പാപമാണ്. ചെയ്യരുതെന്ന് പറഞ്ഞ കാര്യങ്ങൾ ചെയ്യുന്നത് വഴി നമ്മിൽ നെഗറ്റീവ് എനർജി കയറും, ജീവൻ ക്ഷയിച്ചു പോവും, ജീവൻ നഷ്ടപ്പെട്ടു പോവും. അതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞ പാപം ചെയ്യരുത്, ഇന്ന കാര്യങ്ങൾ ചെയ്യരുതെന്ന് കൽപ്പനകൾ വഴി വിലക്കിയിരിക്കുക. എന്തിനാ? വിലക്കപ്പെട്ട കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ, വിലക്കപ്പെട്ട കനി ഭക്ഷിച്ചപ്പോൾ എന്ത് സംഭവിച്ചുവോ അത് തന്നെ ഇന്ന് നമ്മുടെ ജീവിതത്തിലും സംഭവിക്കും. എല്ലാ പ്രമാണങ്ങളിലും വിലക്കപ്പെട്ടിരിക്കുന്ന കാര്യങ്ങളുണ്ട്, ചെയ്യരുതാത്ത കാര്യങ്ങളുണ്ട്, എല്ലാ പ്രമാണങ്ങളിലും ഉണ്ട്. അപ്പൊ ആ ചെയ്യരുതാത്ത കാര്യങ്ങൾ ചെയ്യുന്നത് വഴി രണ്ട് ഇഫക്റ്റ് ഉണ്ടാകും. ഒന്ന്, ജീവൻ നഷ്ടപ്പെടും, നെഗറ്റീവ് എനർജി, നെഗറ്റീവ് പവർ നമ്മിൽ കയറാൻ തുടങ്ങും. ഇതാണ് പ്രശ്നം. ഈ ഒരു യാഥാർത്ഥ്യം നമ്മൾ മനസ്സിലാക്കണം. ഇപ്പൊ ജീവൻ നഷ്ടപ്പെടുന്ന അവസ്ഥയും അനുഭവവും അതാണ് ഈശോ പറഞ്ഞ, കള്ളൻ വരുന്നതും അവൻ പ്രവർത്തിക്കുന്നതും അവൻ ഉപദേശിക്കുന്നതും അവൻ്റെ സജഷൻസും എല്ലാം ജീവൻ നശിപ്പിക്കുന്നതാണ്. ജീവൻ നൽകുന്ന ഉപദേശങ്ങളല്ല അവൻ്റെത്, മറിച്ച് ജീവനെ നശിപ്പിക്കുന്ന
ഉപദേശങ്ങളാണ്. ഈ ഒരു ബോധ്യം നമുക്കെല്ലാവർക്കും ഉണ്ടായിരിക്കും. കൃത്യമായിട്ട് വളരെ സിമ്പിളായിട്ട് ക്രിസ്ത്യൻ ലൈഫ് നമുക്ക് വിശദീകരിക്കാനും മനസ്സിലാക്കാനും സാധിക്കും. ഈശോ പറഞ്ഞു, നിത്യജീവൻ അവകാശമാക്കാൻ എന്ത് ചെയ്യണമെന്ന ചോദ്യത്തിന് ഉത്തരമായി ഈശോ പറഞ്ഞത്, നീ ജീവൻ സ്വന്തമാക്കാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ എന്ത് ചെയ്യാനാ പറഞ്ഞത്? പ്രമാണങ്ങൾ അനുസരിക്കുക. കൃത്യമായ ഉത്തരമാണ്. നമ്മൾ വേറെ എങ്ങും ഉത്തരം തേടേണ്ട കാര്യമില്ല. നീ നിത്യജീവൻ അവകാശമാക്കാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ, ദൈവിക ജീവൻ പ്രാപിക്കാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ നീ പ്രമാണങ്ങൾ അനുസരിക്കുക. ഈശോയാണിത് പറഞ്ഞത്. നമുക്കൊരു സംശയം വേണ്ട. ഏത് ഉറക്കത്തിലും നമ്മളോട് ചോദിച്ചാൽ നമുക്ക് പറയാൻ സാധിക്കണം, ജീവനെ പ്രവേശിക്കാൻ നീ ആഗ്രഹിക്കുന്നുവെങ്കിൽ പ്രമാണങ്ങൾ അനുസരിക്കുക. ഇനി ആ പ്രമാണങ്ങൾ അനുസരിച്ച് നമ്മൾ ജീവിക്കും തോറും നമ്മൾ ഹെൽത്തി ആയിക്കൊണ്ടിരിക്കുക. എല്ലാ കാര്യങ്ങളും, ഏത് കാര്യത്തിലും അതെ, നമ്മുടെ ആത്മാവിലും നമ്മുടെ മനസ്സിലും ശരീരത്തിലും എല്ലാം ആ ദൈവത്തിൻ്റെ പ്രമാണങ്ങൾ അനുസരിച്ച് നമ്മൾ ജീവിക്കുമ്പോൾ ഒരു പോസിറ്റീവ് എനർജി നമ്മൾ കയറിക്കൊണ്ടിരിക്കും. ആ ജീവൻ വളർന്നുകൊണ്ടിരിക്കും. അപ്പം ഇതാണ് എൻ്റെ കാര്യം. ജീവൻ നഷ്ടപ്പെടുത്തുന്നൊരു ശക്തി, ഒപ്പം തന്നെ ജീവൻ നൽകുന്നൊരു ശക്തി. ഇപ്പം ജീവൻ നഷ്ടപ്പെടുത്തുന്നത് എപ്പോഴും സാത്താനാണ്. അവൻ്റെ ഉപദേശങ്ങളാണ്, അവൻ്റെ പ്രവർത്തികളാണ്, അവൻ സജസ്റ്റ് ചെയ്യുന്ന കാര്യങ്ങളാണ് നമ്മുടെ ജീവനെ നശിപ്പിക്കുന്നത്. എന്നാൽ മറിച്ച് ജീവൻ നൽകുന്നത് എപ്പോഴും യേശുവിൻ്റെ വചനങ്ങളും ഉപദേശങ്ങളും പ്രവർത്തികളുമാണ്. അത് ചെയ്യുന്തോറും നമ്മൾ ജീവൻ കൂടിക്കൊണ്ടിരിക്കും. എന്നെ കയറി വരും. ഇതാണ് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം. ഈ ഒരു യാഥാർത്ഥ്യം മനസ്സിലാക്കി ജീവിക്കാൻ സാധിക്കണം. ലോകത്തില് ഒത്തിരിയേറെ ഉപദേശങ്ങൾ നമ്മൾ കാണും, ലോകത്തിൻ്റെതായ ഉപദേശങ്ങൾ. കാരണം എൻ്റെ ദൈവവചനത്തിനും ദൈവത്തിൻ്റെ പ്രമാണങ്ങൾക്കും നിരക്കാത്ത കാര്യങ്ങളാണ് ലോകവും സാത്താനും സാത്താൻ്റെ സ്വാധീനത്തിൽപ്പെട്ടവരും എല്ലാം ഉപദേശിക്കുന്നത്. ആ ഉപദേശം അനുസരിച്ച് അതിന് വ്യാപകമായ പ്രചാരണം ലഭിക്കുകയാണ്. കാരണം അത് ബുദ്ധിക്ക് നിരക്കുന്നതാകാം, അല്ലെങ്കിൽ ദൈവികാര്യങ്ങൾ നമ്മൾ കാണാത്തത് കൊണ്ട്, സ്വർഗം നമ്മൾ കണ്ടിട്ടില്ലാത്തത് കൊണ്ട് അതൊക്കെ ഹലൂസിനേഷനാണ്, അല്ലെങ്കിൽ ആരെങ്കിലുമൊക്കെ ഉണ്ടാക്കി പറഞ്ഞ കെട്ടുകഥകളാണെന്ന് പറഞ്ഞ് അങ്ങനെ നിരാകരിച്ച് കളയും. പക്ഷെ അനുഭവങ്ങൾ വരുമ്പോഴാണ് പിന്നെ ആളുകൾ അതിലേക്ക് വരുന്നത്. അത് വേണ്ട, കാത്തിരിക്കേണ്ട കാര്യമില്ല. കർത്താവ് കൃത്യമായി നമ്മളോട് പറഞ്ഞിരിക്കുന്നു. പ്രിയപ്പെട്ടവരെ, നമ്മൾ ഈ ഒരു കാര്യം ബോധ്യപ്പെടണം. സാത്താൻ നമ്മുടെ ജീവനെ നശിപ്പിക്കുന്നു. അവൻ്റെ ഉപദേശങ്ങൾ, അവൻ്റെ നിർദ്ദേശങ്ങൾ, അവൻ്റെ കൽപ്പനകൾ, അവൻ്റെ വാക്യങ്ങൾ, അവൻ്റെ പ്രചാരണങ്ങൾ, അവൻ്റെ പ്രവർത്തികൾ എല്ലാം ജീവനെ നശിപ്പിക്കുന്നവയാണ്. ആരോഗ്യത്തെ നശിപ്പിക്കുന്നു. അതും പ്രപഞ്ചത്തിൻ്റെ നിയമങ്ങൾ, ദൈവം നൽകിയിട്ടുള്ള നിയമങ്ങളുണ്ട്. അതിന് വിരുദ്ധമായിട്ട് വരുമ്പോഴും അവിടെ തിന്മയുടെ ശക്തികൾ വരും നമ്മുടെ ജീവിതത്തിൽ. ഇപ്പം ഈ ഒരു യാഥാർത്ഥ്യം നമ്മൾ മനസ്സിലാക്കുക. എന്നാൽ അതോടൊപ്പം തന്നെ യേശു, ദൈവപുത്രനായ യേശുവിൻ്റെ വചനങ്ങൾ രക്ഷാകരമാണ്, ജീവദായകമാണ്. ഈശോ പറഞ്ഞില്ലേ, ഞാൻ നിങ്ങളോട് പറഞ്ഞ വചനങ്ങൾ ആത്മാവും ജീവനുമാണ്. അപ്പം ആ വചനമനുസരിച്ച് ജീവിക്കുമ്പോൾ നമ്മുടെ ആത്മാവിൻ്റെ ശക്തി കിട്ടും, ഒപ്പം തന്നെ ജീവൻ നമ്മിൽ വളരാൻ തുടങ്ങും. കർത്താവ് പറയുന്നതനുസരിച്ച് പ്രവർത്തിച്ചാൽ മതി. പ്രാർത്ഥിക്കും തോറും ആ ദൈവിക ശക്തി, ജീവന്റെ ശക്തി നമ്മളെ കൂടും. വിശുദ്ധ കുർബാന സ്വീകരിക്കുമ്പോൾ ജീവന്റെ ശക്തി കൂടും. അങ്ങനെ ആത്മീയ ശക്തിയെ നിൽക്കാനായിട്ട് നമുക്ക് സാധിക്കും യേശുവിൻ്റെ വചനം അനുസരിച്ച് ജീവിക്കുമ്പോൾ. പ്രിയപ്പെട്ടവരെ, ഈ 25 നോമ്പ് കാലത്തും ചെറിയ നോമ്പാണ് നമ്മൾ ആചരിക്കുന്ന. വലിയ നോമ്പ് ഈശോയുടെ പീഡാനുഭവത്തെ ധ്യാനിച്ചുള്ളതാണ്, ഈശോയുടെ ജനനത്തിന് വേണ്ടിയാണ്. പക്ഷെ അതൊരു പൊതുജീവൻ സ്വന്തമാക്കാനുള്ള ഒരു അവസരമാണ്. ഈ നോമ്പ് കാലം ചില കാര്യങ്ങൾ വേണ്ടെന്ന് വയ്ക്കും, ചില കാര്യങ്ങൾ കൂടുതലായിട്ട് നമ്മൾ ചെയ്യും. അങ്ങനെ എന്താ വേണ്ടെന്ന് വയ്ക്കുക മാത്രമല്ല, മറിച്ച് പുണ്യപ്രവർത്തികൾ ചെയ്യുമ്പോൾ പോസിറ്റീവ് എനർജി നമ്മളെ കൂടിക്കൊണ്ടിരിക്കും. ജീവന്റെ ശക്തി, ജീവന്റെ എനർജി നമ്മളെ കൂടിക്കൊണ്ടിരിക്കും. ഇതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ഇപ്പം ഈ നോമ്പ് കാലത്ത് ആ ഒരു ശ്രദ്ധയോടുകൂടി, നോമ്പ് കാലത്ത് മാത്രമല്ല നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും ആത്മാവിൻ്റെ ശക്തിയിൽ നമ്മളെ നിറയ്ക്കാൻ സഹായിക്കുന്ന പ്രാർത്ഥന വഴിയും വചനത്തിൻ്റെ വായന വഴിയും, ദൈവവചനം വായിക്കുമ്പോൾ അല്ലെ ദൈവവചനം കേൾക്കുമ്പോൾ, നല്ല പ്രസംഗങ്ങൾ കേൾക്കുമ്പോൾ, ആത്മാവിൽ ഉണർവുള്ള പ്രസംഗങ്ങൾ കേൾക്കുമ്പോൾ നമ്മുടെ ആത്മാവിന് ഉണർവ് വരും, ശക്തി വരും, പോസിറ്റീവ് എനർജി കയറും, ചാർജ്ഡ് ആയിട്ടുള്ള ഫീലിംഗ് വരും.
അല്ലാണ്ട് ഡള്ളായിപ്പോ. മറ്റതൊക്കെ കേട്ട് കഴിയുമ്പോൾ ഡള്ള. പണ്ട് സഭയിൽ വിലക്കപ്പെടുമായിരുന്നു, ചില കാര്യങ്ങൾ കാണരുത്. ആദിമസഭയിൽ മനുഷ്യർ തമ്മിലുള്ള ദ്വന്ദ്വ യുദ്ധങ്ങളുണ്ടായിരുന്നു. അന്നത്തെ മാർപ്പാപ്പയും സഭാപിതാക്കന്മാർ അത് വിലക്കി. ക്രിസ്ത്യാനികൾക്ക് അത് കാണാൻ പാടില്ല. കാരണം എന്താ? അപ്പൊ ചോദിക്കും, അത് കണ്ടാൽ എന്താ, അത് കണ്ടുകൊണ്ട് എന്താ ദോഷം? ഇത്ര നാള് പാടില്ല. ക്രിസ്തുവിന്റെ ആത്മാവിനെ നിരക്കുന്നതല്ലാതെ മനുഷ്യർ തമ്മിലുള്ള യുദ്ധങ്ങൾ കണ്ട് രസിക്കുക. അതുകൊണ്ട് സഭ തന്നെ അത് വിലക്കി. അതിന് പോകാൻ പാടില്ല, അത് പാപമാണെന്ന് പറഞ്ഞു. കാരണം അത് പോയി കണ്ട് ആ ഒരു ചിന്ത വന്ന് മനസ്സിൽ ഈ നെഗറ്റീവ് എനർജി കയറുകയാണ്. വിദ്വേഷത്തിന്, വൈരാഗ്യത്തിൻ്റെയും അതോടൊപ്പം ആർഭാടത്തിൻ്റെ ഒക്കെ ശക്തി കയറുകയാണ്. കാളപ്പോരുകൾ കാണാൻ പോകുമായിരുന്നു, ക്രിസ്ത്യാനികളും പോകുമായിരുന്നു. അതും സഭ വിലക്കി. കാരണം എന്താ? അതും നന്മയുള്ളതല്ല. കാരണം അതൊക്കെ ഒരു ഹീനമായ കാര്യങ്ങളാണ്. അപ്പം നമ്മുടെ ആത്മാവിന്, കർത്താവിൻ്റെ ആത്മാവിന് ചേരുന്നതല്ല അതൊക്കെ. ഇന്നും അതെ, ചില കാര്യങ്ങൾ പറ്റിയല്ല. ഇപ്പം ഇന്ന് കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ അവിടെ നമ്മുടെ യൂട്യൂബിൽ വന്നത് ശ്രദ്ധിച്ചു കാണും. നമ്മുടെ പള്ളികളിലെ വസ്ത്രധാരണത്തെക്കുറിച്ച്, കല്യാണത്തിന് വരുന്നവരെ കുറിച്ച്. ലോകമാണ് നിശ്ചയിക്കുന്നത്, ലോകത്തിന്റെ അരൂപിയാണ് നിയന്ത്രിക്കുന്നത്. കല്യാണത്തിന് പെണ്ണുങ്ങൾ ആരാ? പണ്ട് സാരി ഉടുത്ത് അടക്കോതുക്കത്തി വന്നിരുന്നു, തലയിലെ നെറ്റിട്ട് വന്നിരുന്നു, അതിൻ്റെ പോലെ കിരീടം വെച്ചിരുന്നു. ഇന്നത്തെ തലമുറയിൽ കല്യാണത്തിന് വരുമ്പോൾ ഫാഷൻ ഡിസൈനേഴ്സാണ് അത് ചെയ്യുന്നത്. എൻ്റെ ശരീരത്തിനിണങ്ങിയ വസ്ത്രം, ആ മഹത്വത്തിന്റെ വസ്ത്രം ധരിക്കണമെന്ന് ആർക്കും ചിന്തയില്ല. കാരണം എന്താ? ലോകത്തിന്റെ ചിന്തയിൽ പോവുകയാണ്. ഫാഷൻ ഡിസൈനേഴ്സ് പഠിച്ചു വന്നത് തുണിയില്ലാത്ത വസ്ത്രമൊക്കെ അടിച്ച് അവിടെ പള്ളിയിൽ കല്യാണത്തിന് വരുമ്പോൾ ഞാൻ ശ്രദ്ധിക്കാറുണ്ട്, നെറ്റൊക്കെ പോയി മുടിക്കെട്ടിൻ്റെ മുകളിൽ ഒരു കുത്തി വെച്ചിരിക്കുകയാണ്. നെറ്റ് എവിടെയെന്ന് ചോദിച്ചാൽ ഉണ്ട്, പക്ഷെ ഉണ്ടെന്ന് പറയാൻ, ആരും കാണിക്കാനല്ല. കിരീടം ഇപ്പോൾ പോയി. എവിടെയെങ്കിലും പുതിയ കല്യാണത്തിന് കിരീടം വെക്കണുണ്ടോ? കാരണം എന്താ? ഇതെല്ലാം ലോകത്തിൻ്റെ വഴിയിലുള്ള പോക്കാണ്. അതുപോലെ തന്നെ മാതാപിതാക്കള് കല്യാണത്തിന് മുമ്പ് മക്കളെ അനുഗ്രഹിച്ചു വിടുമായിരുന്നു. ഏതെങ്കിലും മാതാപിതാക്കൾ ഉള്ളു തുറന്ന് അനുഗ്രഹിക്കാൻ പറ്റുന്നുണ്ടോ? ഒരു ആദ്യ കുർബാനയ്ക്ക് ആ കുഞ്ഞുങ്ങളെ ഒന്ന് അനുഗ്രഹിക്കാൻ പറ്റുന്നുണ്ടോ? പറ്റണില്ല. കാരണം എന്താ? വീഡിയോഗ്രാഫേഴ്സും ഫോട്ടോഗ്രാഫേഴ്സും പറഞ്ഞ പൊസിഷൻ വെച്ച് കൈവച്ച് അവരെ അനുഗ്രഹിക്കുകയാണ്. ആ കയ്യിലൂടെ ഒന്ന് അനുഗ്രഹം വരികയല്ല. കാരണം എന്താ? ഉള്ളുരുകണില്ല, ഉള്ളിളകണില്ല. ഈശോ പോലും ആ യേശുവിന്റെ അനുഗ്രഹം വന്നത് ഈശോ അവരുടെ മേ അനുകമ്പ തോന്നി അവരെ സ്പർശിച്ചപ്പോഴാണ്. ആ ഉള്ളിളകണം, നമുക്കൊരു ഫീല് വരണം. ആ ഒരു രോഗിക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോഴും ആ രോഗിയോട് ഒരു അനുകമ്പയോടെ പ്രാർത്ഥിച്ചില്ലെങ്കിൽ ആ ഒരു ഇഫക്റ്റ് വരികയല്ല, പവർ ട്രാൻസ്മിറ്റ് ചെയ്യല. ഇതാണ് അതിൻ്റെ കാര്യം. പക്ഷെ അപ്പോൾ പ്രാർത്ഥനയുടെ അന്തരീക്ഷത്തിൽ ഇപ്പം നമ്മുടെ കുർബാന കല്യാണത്തിനൊക്കെ ഇപ്പം നമ്മുടെ ആകപ്പാടെ ഒരു ചെയ്യുന്നത്, ആ കുർബാനയിലെ കാഴ്ചവെപ്പും അതിൽ കമ്മ്യൂണിയം വരെ മുടക്കിയിരിക്കുന്നത് കൊണ്ട് ശല്യമില്ല. അല്ലെങ്കിൽ അവിടെയും കയറി സ്റ്റേജ് ഷോ ആയിട്ട് മാറുമായിരുന്നു. പക്ഷെ എന്താ? ലോകത്തിൻ്റെ വഴിയെ നമ്മളിത് അറിയണില്ല, നമ്മൾ ചിന്തിക്കണില്ല. ആദ്യ കുർബാന സ്വീകരണത്തിന് സ്ലീവ്ലെസ് വസ്ത്രം പാടില്ലെന്ന് ചിലർ വന്ന് ചോദിക്കാൻ, എന്താ ഇതിവിടെ പാടുള്ളൂ, പിന്നെ നമ്മൾ സ്ട്രിക്റ്റ് പറയേണ്ടി വരും. കുർബാന സ്വീകരിക്കണേ ഇതേ പറ്റുള്ളൂ, അല്ലെങ്കിൽ നീ വേറെ എവിടെയെങ്കിലും കൊണ്ടേ കൊടുത്തോളാൻ പറയും. അപ്പം മര്യാദയ്ക്ക് കൊണ്ടൊന്ന് ഉടുപ്പൊക്കെ ഇടും. അല്ലെങ്കിൽ എന്താ? ഡിസൈനേഴ്സ് പോവും. ഡിസൈനേഴ്സാണ് എല്ലാം ചെയ്യണത്. ഫാഷൻ അവർക്ക് എന്താ? ക്രിസ്ത്യാനി എന്താണെന്നറിയാം, അല്ലെങ്കിൽ എന്താണ് അടക്കമൊതുക്കമെന്നറിയാം, അല്ലെങ്കിൽ എന്താ? കർത്താവിൻ്റെ മുമ്പിൽ വരുമ്പോൾ ആ മാലാഖമാരുടെ നല്ല വസ്ത്രങ്ങളിട്ട് വരേണ്ടത് എൻ്റെ ആവശ്യകത അവർക്കറിയാം ഇല്ല. ആണ് ലോകത്തിൻ്റെ സ്വാധീനങ്ങൾ, ലോകത്തിൻ്റെ ശക്തികൾ, സാത്താനിക ചിന്തകൾ, എന്താ കർത്താവിൻ്റെ മഹത്വത്തിന് ചേരാത്ത കാര്യങ്ങൾ എല്ലാം കയറി വരും നമ്മുടെ ജീവിതത്തിൽ. അപ്പോൾ എന്താ? ഒറ്റ പ്രശ്നമേ ഉള്ളൂ, ജീവൻ ക്ഷയിക്കും, ജീവൻ കുറഞ്ഞു പോകും, ദൈവിക ജീവൻ നമ്മിൽ കുറയും. പ്രിയപ്പെട്ടവരെ, ഈശോ വന്നത് നമുക്ക് ജീവൻ ഉണ്ടാകാനും അത് സമൃദ്ധമായ എല്ലാ അർത്ഥത്തിലും ശരീരത്തിന് ആരോഗ്യവും മനസ്സിന് ഉണർവും ആത്മാവിന് ശക്തിയും എല്ലാം തന്ന് നമുക്ക് ജീവൻ ഉണ്ടാകാൻ വേണ്ടിയാണ് ഈശോ. അല്ലാതെ ഈശോ വന്നത് വെറും ആത്മാവിനെ രക്ഷിക്കാൻ മാത്രമല്ല. അങ്ങനെ രക്ഷിക്കാൻ വന്നതാണ് ഈശോ. ആർക്കെയും രോഗസൗഖ്യം കൊടുക്കേണ്ട കാര്യമില്ല, ആരുടെയും പിശാചിനെ ബഹിഷ്കരിക്കേണ്ട കാര്യമില്ല, പാപം മാത്രം മോചിച്ചാൽ മതിയായിരുന്നു. പക്ഷെ ഈശോ വന്നത് സമഗ്രമായ മോചനം, സമഗ്രമായ ശക്തി നമുക്ക് തരാനാണ്. പ്രത്യേകിച്ച് വിശുദ്ധ കുർബാനയിലൂടെ കർത്താവിൻ്റെ ആത്മാവ് നമുക്ക് ജീവൻ നമ്മിലേക്ക് തരുന്ന പ്രാർത്ഥനയും വചനവായന പ്രധാനപ്പെട്ടതാണ്. വചനം വിശുദ്ധ മാത്രമല്ല, വിശുദ്ധ ഗ്രന്ഥത്തെക്കുറിച്ച് ആത്മീയ പിതാക്കൾ എഴുതിയിട്ടുള്ള നല്ല പുസ്തകങ്ങൾ, ആത്മാവിൽ നിറഞ്ഞെഴുതിയിട്ടുള്ള പുസ്തകങ്ങളുണ്ട്. അത് വായിക്കുമ്പോൾ നമ്മുടെ ഹൃദയങ്ങൾ ജ്വലിക്കും, ഹൃദയത്തിലൊരു ഉണർവ് വരും, പ്രത്യാശ വരും. നിരാശ വിട്ടുപോകും, പ്രത്യാശ വരും. ദുഃഖം വിട്ടുമാറി സന്തോഷം വരും. അങ്ങനെ ഉണർവ്, തളർച്ച മാറി ഉണർവുണ്ടാകും. നന്മ ചെയ്യാനൊരു പ്രേരണ കിട്ടും. ത്യാഗങ്ങൾ സഹിക്കാനൊരു അനുഗ്രഹം കിട്ടും. സഹനങ്ങളെ നേരിടാനുള്ള ശക്തി കിട്ടും. ഇതെല്ലാം നമുക്ക് കിട്ടും. എപ്പോഴാ?
ആ നല്ല വായനകൾ, വചനത്തിൻ്റെ ആത്മാവിൽ എഴുതപ്പെട്ട വചനങ്ങൾ, വിശുദ്ധ ഗ്രന്ഥവും വിശുദ്ധരുടെ ഗ്രന്ഥങ്ങളും നമ്മളെ അതിന് സഹായിക്കും. എന്നാൽ ദുഷ്ടത നിറഞ്ഞ മനുഷ്യരുടെ പുസ്തകം വായിക്കുമ്പോൾ അതിൻ്റെതായ ഫലങ്ങൾ ഏത് അരൂപിൽ എഴുതോ ആ അരൂപി നമ്മളെ കയറും. അത്രയേ ഉള്ളൂ കാര്യം. അതുകൊണ്ട് ഈ കാര്യങ്ങളെക്കുറിച്ച് ശ്രദ്ധയുണ്ടാവുക. പ്രത്യേകിച്ച് ആത്മാവിൻ്റെ ജീവൻ നിറയ്ക്കുന്ന സോഴ്സസ് എപ്പോഴും ഉപയോഗിക്കണം. അതാണ് ഒന്നാമത്തെ പ്രാർത്ഥനയാണ്, രണ്ടാമത്തെ വചന വായന അല്ലെ ആത്മീയ പുസ്തകങ്ങളുടെ വായനയാണ് അല്ലെ കേൾവിയാണ്, അതുമല്ലെങ്കിൽ വിശുദ്ധ കുർബാന സ്വീകരണമാണ്. വിശുദ്ധ കുർബാനയെ പങ്കുചേർന്ന് ദൈവത്തെ ആരാധിച്ച് വിശുദ്ധ കുർബാന സ്വീകരിക്കുമ്പോൾ നമുക്ക് ഈ ജീവൻ ലഭിക്കും. കൂട്ടായ്മ പ്രാർത്ഥന, നമ്മൾ കൂട്ടായ്മ വരെ നല്ല മനുഷ്യരുമായിട്ടുള്ള സഹവാസം വരുമ്പോൾ അവിടെ ഒരു പോസിറ്റീവ് എനർജി നമ്മളിവിടെ ഈ കൂട്ടായ്മ ഒരേ മനസ്സുള്ളവർ ഒരേ ആഗ്രഹത്തോടെ കർത്താവിൻ്റെ അടുത്ത് വരുമ്പോൾ ദാറ്റ് ഗിവ്സ് എ ലോട്ട് ഓഫ് പോസിറ്റീവ് എനർജി. അതാണ് അതിൻ്റെ യാഥാർത്ഥ്യം. ആ വെറും സാന്നിധ്യം മതി. ഇവിടെയുള്ള എല്ലാവരുടെയും ആത്മനിറവ് നമുക്ക് എല്ലാവർക്കും പകർന്നു കിട്ടും. അത് ഒരു ഉണർവാണത്, ഒരു ശക്തിയാണ്. മാസത്തിൽ ഒരിക്കൽ മതി വന്ന് ചാർജ് ചെയ്ത് പോകണം നിങ്ങൾ. അങ്ങനെ ഒരു ആത്മീയ ശക്തിയിൽ നിറഞ്ഞ് ജീവനുള്ള മക്കളായി, ജീവന്റെ മക്കളായിട്ട് ജീവിക്കാൻ വേണ്ട അനുഗ്രഹം ഈ ബലിയിലും ആരാധനയിലും നമുക്ക് പ്രാർത്ഥിക്കാം. നമുക്കെല്ലാവർക്കും എഴുന്നേറ്റ് നിന്ന് നമ്മുടെ എല്ലാ നിയോഗങ്ങളെയും സമർപ്പിക്കാം. ഹല്ലേലൂയ. നമ്മൾ അഭിഷേകത്തിന് വേണ്ടിയുള്ള ആരാധനയിലേക്ക് പ്രവേശിക്കുകയാണ്. കർത്താവ് നമ്മളെ വിശുദ്ധ ബലിയിലൂടെ മോചിപ്പിച്ചു. ആത്മാവിലേക്ക് തൻ്റെ ആത്മാവിനെ നൽകിയതുമായ ശക്തിപ്പെടുത്തി, ജീവൻ്റെ ആത്മാവിനെ നൽകി ശക്തിപ്പെടുത്തിയാണ് ലോകത്തിലേക്ക് അവിടെ നമ്മളെ അയക്കുന്നത്. ഈശോയുടെ തിരുഹൃദയ നൊവേനയും കൂടെ ചൊല്ലി ആത്മനിറവിനായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ഈശോയെ നമ്മുടെ മധ്യേ സ്വീകരിച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവപുത്രാങ്ങിക്കാരാധന, യേശുനാഥാങ്ങിക്കാരാധന. ദൈവപുത്രാങ്ങിക്കാരാധന, യേശുനാഥാങ്ങിക്കാരാധന. തിരുസന്നിധിയിൽ ഇന്നു വന്നിടുവാൻ കൃപ നൽകിയതാം അങ്ങേക്കാരാധന. തിരുസന്നിധിയിൽ ഇന്നു വന്നിടുവാൻ കൃപ നൽകിയതാം അങ്ങേക്കാരാധന. ഓശാന ഹല്ലേലൂയ, ഓശാന ഹല്ലേലൂയ, ഓശാന ഹല്ലേലൂയ, ഓശാന ഹല്ലേലൂയ. സമാധാന പ്രഭുവേ ആരാധന, ആശ്വാസപ്രദനേ ആരാധന. സമാധാന പ്രഭുവേ ആരാധന, ആശ്വാസപ്രദനേ ആരാധന. എൻ്റെ വിടുതലവൻ, എൻ്റെ സൗഖ്യമവൻ, എൻ്റെ മോചനദ്രവ്യം അങ്ങേക്കാരാധന. എൻ്റെ വിടുതലവൻ, എൻ്റെ സൗഖ്യമവൻ, എൻ്റെ മോചനദ്രവ്യം അങ്ങേക്കാരാധന. ഓശാന ഹല്ലേലൂയ, ഓശാന ഹല്ലേലൂയ, ഓശാന ഹല്ലേലൂയ, ഓശാന ഹല്ലേലൂയ.
ആരാധന ആരാധന യേശുവേ ആരാധന 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 യേശുവേ ആരാധന 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 ദൈവപുത്ര ആരാധന 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 ദൈവപുത്ര ആരാധന 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 രക്ഷക ആരാധന 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 രക്ഷക ആരാധന 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 യേശുനാഥ ആരാധന 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 യേശുനാഥ ആരാധന 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 യേശുനാഥ ആരാധന 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 യേശുനാഥ ആരാധന യേശുനാഥ എന്നിൽ കനിയണമേ ആത്മാവിനെ എന്നിൽ വർഷിക്കണമേ 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 ആത്മാവേ ആത്മാവേ പരിശുദ്ധാത്മാവേ ആത്മാവേ ആത്മാവേ പരിശുദ്ധാത്മാവേ ഞങ്ങളിൽ വന്നു നിറയണമേ നിറഞ്ഞു ഞങ്ങളിൽ കവിയണമേ ഞങ്ങളിൽ വന്നു നിറയണമേ നിറഞ്ഞു ഞങ്ങളിൽ കവിയണമേ യേശുനാഥ ഞങ്ങളിൽ കനിയണമേ നിന്നാത്മാവിനെ എന്നിൽ നിറയ്ക്കണമേ യേശുനാഥ എന്നിൽ കനിയണമേ ആത്മാവിനെ എന്നിൽ നിറയ്ക്കണമേ യേശുനാഥ എന്നിൽ കനിയണമേ നിന്നാത്മാവിനെ എന്നിൽ നിറയ്ക്കണമേ യേശുനാഥ എന്നിൽ കനിയണമേ ആത്മാവിനെ എന്നിൽ നിറയ്ക്കണമേ കർത്താവിനെ സ്തുതിച്ച് പ്രാർത്ഥിക്കട്ടെ ഹല്ലേലൂയ സ്തുതിക്കുന്നു ആരാധന യേശുവേ മഹത്വം 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 ഈശോയെ പരിശുദ്ധാത്മാവിനെ സ്നേഹന്മാരുടെ മേൽ വർഷിച്ചതുപോലെ ഈ മക്കളുടെ മേലും വർഷിക്കണമേ ആത്മാവിനെ വർഷിക്കണമേ ആത്മീയ ശക്തി കൊണ്ട് നിറയ്ക്കണമേ ആത്മീയ വരങ്ങൾ നൽകണമേ ആത്മീയ ഉണർവ് നൽകണമേ ആത്മീയ പ്രകാശം നൽകണമേ ആത്മീയ സൗഖ്യം നൽകണമേ ശാരീരിക സൗഖ്യം നൽകണമേ വിടുതൽ നൽകണമേ മാനസിക സൗഖ്യം നൽകണമേ
ഹല്ലേലൂയ ഹല്ലേലൂയ കുടുംബങ്ങൾക്ക് സൗഖ്യം നൽകണമേ. ആമേൻ ആമേൻ വിവിധ മേഖലകൾക്ക് സൗഖ്യം ആമേൻ നൽകണമേ. ഹല്ലേലൂയ വിടുതൽ നൽകണമേ. ആമേൻ മഹത്വത്തിന്റെ ശക്തി നിറയട്ടെ. ഹല്ലേലൂയ മഹത്വത്തിന്റെ ശക്തി ഹല്ലേലൂയ ഹല്ലേലൂയ നിറയട്ടെ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. ആത്മാവിന്റെ ശക്തി നിറയട്ടെ. ഹല്ലേലൂയ 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 ആത്മാവേ ആത്മാവേ എന്നിൽ നിറയണമേ. ആത്മാവേ ആത്മാവേ എന്നിൽ നിറയണമേ. നിറഞ്ഞു നിറഞ്ഞു കവിയണമേ. കവിഞ്ഞു കവിഞ്ഞൊഴുകണമേ. നിറഞ്ഞു നിറഞ്ഞൊഴുകണമേ. കവിഞ്ഞു കവിഞ്ഞൊഴുകണമേ. ആത്മാവേ ആത്മാവേ എന്നിൽ നിറയണമേ. ആത്മാവേ ആത്മാവേ എന്നിൽ നിറയണമേ. സ്വർഗത്തിന്റെ ശക്തി മക്കളെ വ്യാപരിക്കട്ടെ. ഇവിടെ ശരീരത്തിന്റെ എല്ലാ തലങ്ങളിലും ജീവന്റെ ആത്മാവ് പ്രവേശിക്കട്ടെ. അന്ധകാരമെല്ലാം നീങ്ങി പ്രവർത്തിക്കും. ജീവന്റെ ശക്തി വ്യാപരിക്കട്ടെ. കർത്താവെ, ഈ കുടുംബത്തിൽ ഈ സമൂഹത്തിൽ ജീവന്റെ ശക്തി നിറയട്ടെ. അവർ പ്രാർത്ഥിക്കുന്ന വ്യക്തികളിൽ ജീവന്റെ ശക്തി നിറയട്ടെ. മഹത്വത്തിന്റെ ശക്തി നിറയട്ടെ. ശക്തി നിറയട്ടെ. ശക്തി നിറയട്ടെ. ശക്തി നിറയട്ടെ. ശക്തി നിറയട്ടെ. Thank you, Jesus. 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 യേശുവിൻ്റെ സന്നിധിയിൽ നമുക്ക് തിരുഹൃദയ നൊവേനയിൽ കൂടി പ്രാർത്ഥിക്കാം. നമുക്ക് എല്ലാവർക്കും എഴുന്നേറ്റ് നിൽക്കാം. നമ്മുടെ എല്ലാ നിയോഗങ്ങളെയും കർത്താവിൻ്റെ സന്നിധിയെ സമർപ്പിച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ഇവിടെ പ്രാർത്ഥനാ സഹായം ചോദിച്ചുള്ളവരെയും നിങ്ങൾ പ്രത്യേകമായിട്ട് മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നവരെയും ഓൺലൈനിലൂടെ കണ്ടുകൊണ്ടിരിക്കുന്നവരെ സമർപ്പിക്കാം. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. ഞങ്ങളോടുള്ള സ്നേഹത്താൽ കത്തിജ്വലിക്കുന്ന ഈശോയുടെ തിരുഹൃദയമേ, അങ്ങ് ഞങ്ങളുടെ മധ്യേ സന്നിഹിതനാണെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. ഞങ്ങളോട് പ്രദർശിപ്പിക്കുന്ന കാരുണ്യവും സ്നേഹവും ഓർത്ത് അങ്ങേക്ക് ഞങ്ങൾ സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുന്നു. ഞങ്ങൾ ചെയ്തു പോയ തെറ്റുകളെ കുറിച്ച് മനസ്തപിക്കുകയും അങ്ങയോട് മാപ്പപേക്ഷിക്കുകയും ചെയ്യുന്നു. അങ്ങേ തിരുഹൃദയത്തിന്റെ സ്നേഹവാത്സല്യങ്ങൾ അനുഭവിച്ചുകൊണ്ട് നിസ്വാർത്ഥമായ സ്നേഹത്തിലും ത്യാഗചൈതന്യത്തിലും ജീവിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ. അധ്വാനിക്കുന്നവരും ഭാരം വഹിക്കുന്നവരുമായ നിങ്ങളെല്ലാവരും എൻ്റെ അടുക്കൽ വരുവിൻ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാമെന്ന് അരുളി ചെയ്ത ഈശോയെ, അങ്ങയുടെ വാഗ്ദാനത്തിൽ ആശ്രയിച്ചുകൊണ്ട് ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന സ്വീകരിച്ച് ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ആമേൻ. കർത്താവേ, ഞാൻ അങ്ങയെ വിളിച്ചപേക്ഷിക്കുന്നു, കാരുണ്യപൂർവ്വം എനിക്ക് ഉത്തരമരുളയണമേ. കർത്താവേ, ഞാൻ അങ്ങയെ വിളിച്ചപേക്ഷിക്കുന്നു, കാരുണ്യപൂർവ്വം എനിക്ക് ഉത്തരമരുളണമേ. ദൈവമേ, എൻ്റെ പ്രാർത്ഥന സ്വീകരിക്കണമേ. പരിമളധൂം പോലെ അങ്ങേ പക്കലേക്ക് ഉയരട്ടെ. കർത്താവേ, ഞാൻ അങ്ങയെ വിളിച്ചപേക്ഷിക്കുന്നു,
കാരുണ്യപൂർവ്വം എനിക്ക് ഉത്തരമരുളണമേ. എന്റെ കണ്ണുകൾ അങ്ങയുടെ പക്കലേക്ക് ഉയർത്തുന്ന അങ്ങ് അഭയം തേടുന്നവനെ കൈവിടരുതേ. കർത്താവേ, ഞാൻ അങ്ങയെ വിളിച്ചപേക്ഷിക്കുന്നു, കാരുണ്യപൂർവ്വം എനിക്ക് ഉത്തരമരുളണമേ. എന്റെ ഹൃദയവേദന ഞാൻ അറിയിക്കുന്നു, സങ്കടങ്ങളെല്ലാം തിരുമുമ്പിൽ കാഴ്ചവെക്കുന്നു. കർത്താവേ, ഞാൻ അങ്ങയെ വിളിച്ചപേക്ഷിക്കുന്നു, കാരുണ്യപൂർവ്വം എനിക്ക് ഉത്തരമരുളണമേ. അങ്ങയുടെ പ്രമാണങ്ങൾ എന്റെ പാദങ്ങൾക്ക് വിളക്കും, എന്റെ വഴികളെ പ്രകാശവുമാകുന്നു. കർത്താവേ, ഞാൻ അങ്ങയെ വിളിച്ചപേക്ഷിക്കുന്നു, കാരുണ്യപൂർവ്വം എനിക്ക് ഉത്തരമരുളണമേ. അവിടുത്തെ സ്നേഹം അനന്തമാകുന്നു, തന്റെ വാഗ്ദാനം അവിടുന്ന് പാലിക്കും. കർത്താവേ, ഞാൻ അങ്ങയെ വിളിച്ചപേക്ഷിക്കുന്നു, കാരുണ്യപൂർവ്വം എനിക്ക് ഉത്തരമരുളണമേ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ആദ്യം മുതൽ എന്നേക്കും ആമേൻ. മനുഷ്യരെ ഇത്രയധികമായി സ്നേഹിക്കുന്ന എന്റെ ഹൃദയം കണ്ടാലും എന്നല്ല ചെയ്തുകൊണ്ട് ഞങ്ങളെ മാടി വിളിക്കുന്ന കർത്താവേ, പാപികളും ബലഹീനരുമായ ഞങ്ങൾ അങ്ങേ പക്കൽ അണയുന്നു. ലോകം ഞങ്ങളെ വെറുക്കുമ്പോൾ, സ്നേഹിതർ ഞങ്ങളെ അവഗണിക്കുമ്പോൾ അങ്ങയുടെ സ്നേഹം ഞങ്ങൾക്ക് ആശ്വാസം വരട്ടെ. അസ്ഥിരമായ ജീവിതത്തിൽ അങ്ങയുടെ സ്നേഹം മാത്രമാണ് ഏറ്റവും ധന്യമായതെന്ന് ഞങ്ങൾ അറിയട്ടെ. നിസ്വാർത്ഥ സ്നേഹത്തിന്റെയും ത്യാഗത്തിന്റെയും സനാതന മൂല്യം മഹത്വവും ഞങ്ങൾക്ക് മനസ്സിലാക്കി തരണമേ. അധ്വാനം നിറഞ്ഞ ജീവിതത്തിൽ ക്ലേശങ്ങളാവുന്ന കുരിശ് വഹിച്ചുകൊണ്ട് ലക്ഷ്യബോധത്തോടെ മുന്നേറുവാൻ ഞങ്ങളെ ശക്തരാക്കണമേ. ജീവിതഭാരത്താൽ തളരുന്ന ഞങ്ങളെ അങ്ങ് താങ്ങണമേ. അങ്ങ് ഞങ്ങളെ സ്നേഹിച്ചതുപോലെ പരസ്പരം സ്നേഹിക്കുവാൻ ഞങ്ങളെ സഹായിക്കുകയും ചെയ്യണമേ. ആമേൻ. ഈശോയിൽ നിന്ന് ലഭിച്ച എല്ലാ അനുഗ്രഹങ്ങൾക്കും നന്ദിയോടെ ഓർക്കാം. അവിടുത്തെ ഹൃദയപൂർവ്വം നമുക്ക് നന്ദി പറയാം. കൃതജ്ഞത പ്രത്യേകിച്ച് നമ്മുടെ ഓരോരുത്തരുടെ പ്രത്യേക പ്രാർത്ഥന സാധിച്ചെന്ന് അനുഗ്രഹിച്ചതിന് ഈശോ കൃതജ്ഞത പ്രകാശിപ്പിച്ചുകൊണ്ട് നമുക്ക് ഗാനം പാടി സ്തുതിക്കാം. നന്ദി ദൈവമേ, നന്ദി യേശുവേ, നിത്യവും നിത്യവും നന്ദി യേശുവേ. നന്ദി യേശുവേ, നന്ദി യേശുവേ, നിത്യവും നിത്യവും നന്ദി യേശുവേ. അങ്ങ് തന്ന ദാനത്തിനായി നന്ദിയേകിടാം, അങ്ങ് തന്ന സ്നേഹത്തിനായി നന്ദിയേകിടാം. നന്മരൂപനേ, നല്ല ദൈവമേ, നന്മരൂപനേ, നല്ല ദൈവമേ. നന്ദി യേശുവേ, നന്ദി യേശുവേ, നിത്യവും നിത്യവും നന്ദി യേശുവേ. നിത്യവും നിത്യവും നന്ദി യേശുവേ. നമുക്കെല്ലാവർക്കും വിശ്വാസ ഭക്തിയോടും കൂടെ ഈശോയുടെ ഹൃദയത്തിൻ്റെ വാഗ്ദാനങ്ങളെ ആശ്രയിച്ചുകൊണ്ട് കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ എന്ന് അപേക്ഷിക്കാം. കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. അധ്വാനിക്കുന്നവരും ഭാരം വഹിക്കുന്നവരുമായ നിങ്ങളെല്ലാവരും എൻ്റെ അടുക്കൽ വരുവേൻ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാൻ വിളിച്ചത്. കർത്താവേ, ജീവിതഭാരത്താ വലയുന്നവരും പലവിധ കാരണങ്ങളാൽ അസ്വസ്ഥരുമായ എല്ലാവരെയും ആശ്വസിപ്പിക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്യണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. നിങ്ങളുടെ ഹൃദയം അസ്വസ്ഥമാകേണ്ട ദൈവത്തെ വിശ്വസിക്കുവാൻ എന്നിലും വിശ്വസിക്കുന്ന വിളിച്ചത്. കർത്താവേ, എല്ലാ സാഹചര്യങ്ങളും ദൈവത്തിൽ ആശ്രയിച്ചുകൊണ്ട് ജീവിക്കുവാനും ജീവിതത്തിൽ ഉണ്ടാകുന്ന ക്ലേശങ്ങളെ സന്തോഷപൂർവ്വം സ്വീകരിക്കുവാനും വേണ്ട അനുഗ്രഹം നൽകണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. കാറ്റിനെയും കടലിനെയും ശാന്തമാക്കിയ ശയന്മാരെ സുരക്ഷിതരായ കരയിലെത്തിച്ച കർത്താവേ, കുടുംബ ബന്ധങ്ങളുടെ തകർച്ചകളിലും പരസ്പര ഭിന്നതകളിലും കഴിയുന്ന കുടുംബങ്ങളെ സമാധാനം സ്ഥാപിക്കണമെന്ന് സുരക്ഷിതരായ ജീവിതയാത്ര തുടരാൻ അവരെ അനുഗ്രഹിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. അങ്ങേ പകലെത്തിയ കുഷ്ഠരോഗികളോട് അനുകമ്പ കാണിക്കുക, അവരെ സുഖപ്പെടുത്തുകയും ചെയ്ത കർത്താവേ, പലവിധ രോഗങ്ങളാലും വ്യാധികളാലും പീഡിതരായ എല്ലാവർക്കും സൗഖ്യവും ശക്തിയും നൽകി അനുഗ്രഹിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. പിശാചിനാൽ പീഡിപ്പിക്കപ്പെട്ടവരെയും പിശാച് ബാധിതരെയും മോചിപ്പിച്ച കർത്താവേ, പൈശാചിക ശക്തികളുടെ ബന്ധനം മൂലം വേദനിക്കുന്നവർക്കും പൈശാചിക ബന്ധനങ്ങളുടെയും ദുശ്ശീലങ്ങളുടെയും പിടിയിലാകപ്പെട്ടവർക്കും മോചനം നൽകി അനുഗ്രഹിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. വെള്ളത്തിൽ മുങ്ങിത്താഴാൻ തുടങ്ങിയ പത്രോസിനെ കൈപിടിച്ചുയർത്തി രക്ഷിച്ച കർത്താവേ, കടബാധ്യത, സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ, ബിസിനസ് തകർച്ചകൾ, പഠനപരാജയം, ജോലിയില്ലായ്മ തുടങ്ങിയ നിരവധി തകർച്ചകളിൽപ്പെട്ട് നിരാശരായി കഴിയുന്ന എല്ലാവരെയും അങ്ങയുടെ ശക്തിയുടെ കരം നീട്ടി രക്ഷിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. സർവ്വഗുണങ്ങളുടെയും സമ്പൂർണ്ണതയായ ഈശോയുടെ ഹൃദയമേ,
ഞങ്ങളുടെ ഹൃദയങ്ങളെ ഞങ്ങളുടെ ഹൃദയത്തിന് അനുയോജ്യമാക്കണമെന്നും ഞങ്ങളുടെ പരിശുദ്ധാത്മാവിൻ്റെ വരദാന ഫലങ്ങളാൽ നിറച്ച് അനുഗ്രഹിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. ചോദിക്കുവാൻ നിങ്ങൾക്ക് ലഭിക്കും, അന്വേഷിക്കാൻ കണ്ടെത്തും, മുട്ടുവിൻ തുറക്കപ്പെടുമെന്ന് അളിച്ചത് കർത്താവേ, ഞങ്ങളുടെ തിരുമനസ്സിനൊത്ത വിധം ഞങ്ങളുടെ പ്രാർത്ഥനകൾക്ക് ഉത്തരം നൽകി അനുഗ്രഹിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. നമ്മുടെ ഓരോരുത്തരുടെയും പ്രത്യേക ദൈവങ്ങളെ സമർപ്പിക്കാം. നമുക്ക് പ്രാർത്ഥിക്കാം. കരുണാഭാരതിയായ മിശിഹായെ, അങ്ങയുടെ വരപ്രസാദവും ആശീർവാദവും ഞങ്ങളെ ചൊരിയണമേ. ശിശുവായി പിറന്ന മിശിഹായെ, ഞങ്ങളുടെ വിനീതരും നിർമ്മലരുമാക്കണമേ. നന്മ ചെയ്തുകൊണ്ട് സഞ്ചരിച്ച മിശിഹായെ, ഞങ്ങളെ നന്മയുടെ പ്രചാരകരാക്കണമേ. പിതാവിന്റെ കാര്യങ്ങളിൽ വ്യാപൃതനായിരുന്ന മിശിഹായെ, ഞങ്ങളെ ദിവ്യകാര്യങ്ങളെ തീക്ഷ്ണമതികളാക്കണമേ. രോഗികളെയും ആകുലരെയും ആശ്വസിപ്പിച്ച മിശിഹായെ, രോഗങ്ങളിലും പ്രയാസങ്ങളിൽ നിന്ന് ഞങ്ങളെ വിമുക്തരാക്കണമേ. പിശാചുക്കളെ ബഹിഷ്കരിച്ച മിശിഹായെ, ഞങ്ങളിൽ നിന്ന് സകലവിധ പൈശാചിക പ്രവർത്തനങ്ങളെയും അകറ്റണമേ. പ്രാർത്ഥനയിലും ധ്യാനത്തിലും ദിനരാത്രികൾ ചെലവഴിച്ച മിശിഹായെ, ഞങ്ങൾക്ക് പ്രാർത്ഥന ചൈതന്യം നൽകണമേ. കുരിശു മരണം വഴി ജീവൻ ബലിയർപ്പിച്ച മിശിഹായെ, ത്യാഗങ്ങൾ സഹിക്കുവാൻ ഞങ്ങളെ സന്നദ്ധരാക്കണമേ. പരിശുദ്ധ കുർബാനയിൽ നിന്നിരിക്കുന്ന സ്നേഹരാജനായ മിശിഹായെ, അങ്ങ് ഞങ്ങളുടെ ജീവനും ശക്തികേന്ദ്രവുമായിരിക്കണമേ. അങ്ങയുടെ തിരുസന്നിധിയിൽ അഭയം ഗമിച്ചിരിക്കുന്ന ഞങ്ങളെ എല്ലാവരെയും ആത്മീയവും ശാരീരികവുമായ എല്ലാ നന്മകളും നൽകി അനുഗ്രഹിക്കുകയും ചെയ്യണമേ. ആമേൻ. നോക്കിയിരിക്കാം. കർത്താവേ കനിയണമേ, മിശിഹായേ കനിയണമേ. കർത്താവേ ഞങ്ങളണയ്ക്കും പ്രാർത്ഥന സദയം കേൾക്കണമേ. സ്വർഗപിതാവാം സകലേശ ദിവ്യാനുഗ്രഹമേകണമേ. നരരക്ഷകനാം മിശിഹായേ, ദിവ്യാനുഗ്രഹമേകണമേ. ദൈവാത്മാവാം സകലേശ ദിവ്യാനുഗ്രഹമേകണമേ. പരിപാവനമാം ത്രിത്വമേ, ദിവ്യാനുഗ്രഹമേകണമേ. നൃപനാം മിശിഹാ കർത്താവേ, നിത്യപിതാവിൻ പ്രിയസൂനോ, മർത്യകുലത്തിൻ രക്ഷകനേ, ദിവ്യാനുഗ്രഹമേകണമേ. നരനുടെ നിലവിളി കേട്ടവനെ, നരനെ തേടി അണഞ്ഞവനെ, കനിവു നിറഞ്ഞൊരു നല്ലിടയാ, ദിവ്യാനുഗ്രഹമേകണമേ. മർത്യശരീരമെടുത്തവനെ, മർദ്ദനമേറ്റു മരിച്ചവനെ, മഹിമയിൽ വീണ്ടുമുയർത്തവനെ, ദിവ്യാനുഗ്രഹമേകണമേ. പാപം പൊട്ടിയ നാഗത്തിൻ പാവനവാതിൽ തുറന്നവനെ, മാനവരാശ പകർന്നവനെ, ദിവ്യാനുഗ്രഹമേകണമേ. അധ്വാനിച്ചു വലഞ്ഞവനും ഭാരമെടുത്തു കുഴഞ്ഞവനും, സാന്ത്വനമരുളിയ ഗുരുനാഥ, ദിവ്യാനുഗ്രഹമേകണമേ. മർത്യനു നേർവഴി കാട്ടിടുവാൻ, അത്തലകറ്റി നയിച്ചിടുവാൻ, കൂരിരുൾ നീക്കിയുദിച്ചവനെ, ദിവ്യാനുഗ്രഹമേകണമേ. പുതിയൊരു കൽപ്പന നൽകിടുവാൻ, പുതിയൊരു ജീവനുണർത്തിടുവാൻ,
അനുഗ്രഹമേകണമേ. ദിവ്യ ശരീരം ഭോജനമായി മാനവനേകിയ ദൈവസുധാ, കരുണാനിധിയാം കർത്താവേ, ദിവ്യാനുഗ്രഹമേകണമേ. വിനയത്തിൻ തിരുതർപ്പണമേ, ശാന്തഗുണത്തിൻ പാർപ്പിടമേ, ദുഃഖിതനൂഴിലാശ്രയമേ, ദിവ്യാനുഗ്രഹമേ ഗണമേ. ലോകത്തിൻ പാപങ്ങൾ താങ്ങും ദൈവത്തിൻ മേക്ഷമേ നാഥാ, പാപം പൊറുക്കേണമേ നാഥാ, പാപം പൊറുക്കേണമേ. ലോകത്തിൻ പാപങ്ങൾ താങ്ങും ദൈവത്തിൻ മേക്ഷമേ നാഥാ, പ്രാർത്ഥന കേൾക്കേണമേ നാഥാ, പ്രാർത്ഥന കേൾക്കേണമേ. ലോകത്തിൻ പാപങ്ങൾ താങ്ങും ദൈവത്തിൻ മേക്ഷമേ നാഥാ, ഞങ്ങളിൽ കനിയേണമേ നാഥാ, ഞങ്ങളിൽ കനിയേണമേ. മിശിഹാ കർത്താവേ, നരകുലപാലകനേ, ഞങ്ങളണച്ചിടുമീ പ്രാർത്ഥന തിരുമുൻപിൽ, പരിമളമിയലും ധൂപം പോൽ കൈക്കൊണ്ടരുളേണം. നമുക്ക് എഴുന്നേക്കാം. ആത്മീയവും ശാരീരവുമായ എല്ലാ വരങ്ങളാലും മനുഷ്യകുലത്തെ അനുഗ്രഹിക്കുവാനായി ഞങ്ങളുടെ തിരുക്കുമാരനായ ശമിശിയായ ലോകത്തിലേക്ക് അയച്ച പിതാവായ ദൈവമേ, ഞങ്ങൾ അങ്ങേ ആരാധിക്കുകയും സ്തുതിക്കുകയും ചെയ്യുന്നു. ഞങ്ങളുടെ പ്രിയപുത്രനായ ഈശോയുടെ നാമത്തിൽ ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥനകൾ സ്വീകരിച്ച് ഞങ്ങളെ അനുഗ്രഹിക്കണമേ. തിരുസഭയുടെ മേലധ്യക്ഷന്മാരെ സംരക്ഷിക്കുകയും അവർക്ക് ഫലമേൽപ്പിക്കപ്പെട്ടവരെ വിശ്വാസത്തിൽ ഉറച്ചവരും സുഹൃത്തുക്കളെ തീഷ്ണത്തോടൊരുമാക്കി തീർക്കുവാൻ അവരെ അനുഗ്രഹിക്കുകയും ചെയ്യണമേ. ഈ തിരുനാൾ കാരണം ബുധനായ ഈശോയുടെ തിരുഹൃദയത്തെക്കുറിച്ച് ആത്മീയവും ശാരീരവും എല്ലാ നന്മകളും നൽകി ഞങ്ങളെ അനുഗ്രഹിക്കണമേ. സകലത്തിൻ്റെയും നാഥായ എന്നേക്കും യേശുവിൻ ആത്മാവേ എന്നെ ശുദ്ധീകരിക്കണമേ. യേശുവിൻ ശരീരമേ എന്നെ രക്ഷിച്ചരുളണമേ. യേശുവിൻ തിരുനീണമേ എന്നെ ലഹരിയിലാഴ്ത്തണമേ. യേശുവിൻ ഹൃത്തട ജലമേ എന്നെ നിത്യം കഴുകണമേ. യേശുവിൻ പീഡകളെ എന്നെ സുധീരനാക്കണമേ. നന്മതൻ നിറകുടമേ എന്നെ പ്രാർത്ഥന കേൾക്കണമേ. നാഥ നിൻ തിരുമുറിവിൽ എനിക്കഭയം നൽകണമേ. മേലിൽ വേർപിരിയാതെ എന്നെ അങ്ങിൽ ചേർക്കണമേ. യേശു
യേശുവിനാത്മാവേ എന്നെ ശുദ്ധീകരിക്കണമേ. യേശുവിൻ ശരീരമേ എന്നെ രക്ഷിച്ചരുളണമേ. പ്രതിഷ്ഠാജപം. ഈശോയുടെ തിരുഹൃദയമേ, ഞങ്ങളെ ഓരോരുത്തരെയും ഞങ്ങളുടെ കുടുംബങ്ങളെയും ഞങ്ങൾ അങ്ങേക്ക് പ്രതിഷ്ഠിക്കുന്നു. ഞങ്ങളുടെ കുടുംബങ്ങളിൽ അങ്ങ് രാജാവായി വാഴണമേ. ഞങ്ങളുടെ പ്രവൃത്തികളെല്ലാം അങ്ങ് തന്നെ നിയന്ത്രിക്കണമേ. ഞങ്ങളുടെ ഉദ്യമങ്ങളെല്ലാം ആശീർവദിക്കുകയും ഞങ്ങളുടെ സന്തോഷങ്ങൾ വിശുദ്ധീകരിക്കുകയും സങ്കടങ്ങളിൽ ആശ്വാസം നൽകുകയും ചെയ്യണമേ. ഞങ്ങളിൽ ആർക്കെങ്കിലും അങ്ങേ ഉപദ്രവിക്കാനിടയായ ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളുടെ കുടുംബങ്ങളിലുള്ളവരെയും ദൂരങ്ങളിലായിരിക്കുന്നവരെയും സമർത്ഥമായി അനുഗ്രഹിക്കണമേ. മരിച്ചുപോയ ഞങ്ങളുടെ കുടുംബാംഗങ്ങളെ നിത്യഭാഗ്യത്തിലേക്ക് പ്രവേശിപ്പിക്കണമേ. കണ്ടാനന്ദിക്കുവാൻ സ്വർഗ്ഗത്തിലെത്തുന്നത് വരെ ആത്മീയവും ശാരീരികവുമായ എല്ലാ ആപത്തുകളിൽ നിന്ന് ഞങ്ങളെ കാത്തുകൊള്ളണമേ. ഈശോയുടെ തിരുഹൃദയമേ, മറിയത്തിന്റെ അമലഹൃദയമേ, പിതാവേ, മറിയമേ, അധ്വാനിക്കുന്നവരും ഭാരം വഹിക്കുന്നവരുമായ നിങ്ങളെല്ലാവരും എൻ്റെ അടുക്കൽ വരുവിൻ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാമെന്ന് അടിച്ചതുകൊണ്ട് നമ്മെ മാടി വിളിക്കുന്ന കർത്താവ് നിങ്ങളെയും നിങ്ങളുടെ കുടുംബങ്ങളെയും അനുഗ്രഹിക്കട്ടെ. നിങ്ങളുടെ ഉദ്ദിഷ്ടകാര്യങ്ങൾ സാധിച്ചെന്ന കർത്താവ് നിങ്ങളെ സംതൃപ്തരാക്കട്ടെ. നിങ്ങളുടെ പാപങ്ങൾ ക്ഷമിച്ചവിടെ നിങ്ങളെ വിമോചിതരാക്കട്ടെ. എല്ലാവിധ പൈശാചിക ശക്തിയുടെ ഉപദ്രവങ്ങളിൽ നിന്നും അവിടുന്ന് നിങ്ങളെ സംരക്ഷിക്കട്ടെ. നിങ്ങളുടെ ജീവിത ദുഃഖങ്ങളിൽ അവിടെ നിങ്ങൾക്ക് ആശ്വാസമരുളട്ടെ. എല്ലാവിധ ഭിന്നതകളിലും കലഹങ്ങളിലും അവിടെ നിങ്ങളെ കാത്തുരക്ഷിക്കട്ടെ. നിങ്ങളുടെ തകർച്ചകളെ നിന്റെ കരം നീട്ടി അവിടെ നിങ്ങളെ ശക്തിപ്പെടുത്തട്ടെ. ഈശോയുടെ തിരുഹൃദയം എന്ന് നിങ്ങൾക്ക് അഭയവും ആത്മീയ ശക്തിയുടെ ഉറവിടവുമായിരിക്കട്ടെ. സ്വർഗരാജ്യത്തിൽ എത്തിച്ചേരുവോളം ആത്മീയവും ശരീരവും എല്ലാ ആപത്തുകളും അപകടങ്ങളിൽ നിന്ന് അവിടെ നിങ്ങളെ കാത്തു പരിപാലിക്കുകയും ചെയ്യട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. കർത്താവിൻ്റെ സന്നിധി മുട്ടുമ്പോൾ നിൽക്കാം. കർത്താവിൻ്റെ ആത്മാവിൻ്റെ നിറവിന് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുകയാണ്. അവിടുത്തെ അഭിഷേകം, പരിശുദ്ധാത്മാഭിഷേകം നമ്മുടെ വന്ന് നിറയുന്നതിന് വേണ്ടി ദാഹത്തോടെ നമുക്ക് പ്രാർത്ഥിക്കാം. ഒരിക്കൽ കൂടി. തന്നാലും നാഥ ആത്മാവിനെ ആശ്വാസദായകനെ, തന്നാലും നാഥ നിൻ ജീവനെ നിത്യസഹായകനെ, അകതാരിലുണർവിൻ്റെ പനിനീരു തൂകി അവിരാമമൊഴുകി വരൂ, വരദാനവാരിതേ ഫലമേകുവാനായി അനുസ്യൂതമൊഴുകി വരൂ. തന്നാലും നാഥ ആത്മാവിനെ ആശ്വാസദായകനെ, തന്നാലും നാഥ നിൻ ജീവനെ നിത്യസഹായകനെ. കർത്താവിൻ്റെ പരിശുദ്ധാത്മാവ് എഴുന്നള്ളി വരുന്നതിന് വേണ്ടി
ഇരുകരങ്ങളെ ഉയർത്തി ദൈവത്തെ സ്തുതിച്ചൊരു നിമിഷം പ്രാർത്ഥിക്കട്ടെ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. സർവശക്തനും പിതാവുമായ ദൈവമേ, ഞങ്ങളുടെ പുത്രനും കർത്താവുമായ ഈശോയുടെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. സ്വർഗത്തിന്റെ ശക്തിയായ പരിശുദ്ധാത്മാവ് എഴുന്നള്ളി വന്ന് ഈ മക്കളുടെ ഹൃദയങ്ങളിലും മനസ്സുകളിലും ശരീരങ്ങളിലും ആവസിച്ച് ഇവരെ വിശുദ്ധീകരിക്കുകയും പൗത്രീകരിക്കുകയും ശക്തിപ്പെടുത്തുകയും ചെയ്യട്ടെ. പരിശുദ്ധാത്മാവായ ദൈവമേ, ഇവരുടെ മേൽ ഇറങ്ങി വസിച്ച് ഇവരെ നയിക്കുകയും സംരക്ഷിക്കുകയും ചെയ്യണമേ. ആത്മീയ ഉണർവ് നൽകണമേ, ആത്മീയ ശക്തി നൽകണമേ, ആത്മീയ ജീവൻ നൽകണമേ, ശരീരത്തിന് ആരോഗ്യം നൽകണമേ, മനസ്സിന് ഉറവും ശക്തിയും നൽകണമേ, ഹൃദയത്തിന് ആനന്ദം നൽകണമേ, സന്തോഷം നൽകണമേ, ക്ഷമയും ദയയും നൽകണമേ, വിശ്വസ്തതയും സൗമ്യതയും നൽകണമേ, ആത്മസംയമനം നൽകണമേ, ജ്ഞാനവും ബുദ്ധിയും ആലോചനയും നൽകണമേ, ആത്മശക്തിയും ഭക്തിയും ദൈവഭയവും നൽകണമേ. കൃപകളാൽ ഇവരെ നിറയ്ക്കണമേ കർത്താവേ. ഇവരുടെ കുടുംബങ്ങളെ നിറയ്ക്കണമേ. ആത്മാവിന്റെ ശക്തിയാൽ ഇവരെല്ലാവരും അഭിഷേകം ചെയ്യപ്പെടട്ടെ. പൈശാചിക ശക്തികൾ വീണ്ടും വിട്ടുപോകട്ടെ. ഇവരുടെ ജീവിതത്തെ ബന്ധിക്കുന്ന ശക്തികൾ വിട്ടുപോകട്ടെ. കുടുംബങ്ങളെ ബന്ധിക്കുന്ന ശക്തികൾ വിട്ടുപോകട്ടെ. പ്രാർത്ഥിച്ച വ്യക്തികള് വിശുദ്ധീകരിക്കപ്പെടട്ടെ. ഇവിടെ ആശീർവദിക്കപ്പെടാൻ വെച്ചിരിക്കുന്ന വസ്തുക്കൾ വിശുദ്ധീകരിക്കപ്പെടട്ടെ. ആത്മീയ ശക്തി നിറയട്ടെ. ആത്മാവിന്റെ ഒഴുക്കുണ്ടാകട്ടെ. കർത്താവിന്റെ കൃപയാൽ പരിശുദ്ധാത്മാവ് എഴുന്നള്ളി വന്ന് നിങ്ങളുടെ മേൽ ആവസിച്ച് നിങ്ങളെ ആശീർവദിക്കുകയും പവിത്രീകരിക്കുകയും ശക്തിപ്പെടുത്തുകയും ചെയ്യട്ടെ. ഇതുവഴി നിങ്ങൾ പോകുന്ന വഴികളും ചെയ്യുന്ന കാര്യങ്ങളും എല്ലാം അനുഗ്രഹിക്കപ്പെടട്ടെ. കർത്താവേ, അങ്ങ് നൽകുന്ന അത്ഭുതകരമായ അഭിഷേകത്തെ ഓർത്ത് ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു. ഹലാലബാശി ഹലാലബാശി ഹലാലബ ഈ ഹലാലബാശി 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 ഹലാലബ ഈ ഹലാലബാശി ഹലാലബ ഹലാലബാശി ഹലാലബാശി ഹലാലബ ഈ ഹലാലബാശി 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 ഹലാലബ ഈ ഹലാലബാശി 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 ഹലാലബ ഈ ഹലാലബാശി ഹലാലബ ഈ ഹലാലബാശി 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 ഹലാലബ ഈ ഹലാലബാശി ഹലാലബാശി ഹല. കർത്താവേ, അടയാളങ്ങൾ കൊടുക്കണമേ. കർത്താവേ, അഭിഷേകത്തിന്റെ അടയാളങ്ങൾ കൊടുക്കണമേ. അത്ഭുതകരമായ അനുഭവങ്ങൾ ഇവർക്ക് ലഭിക്കട്ടെ. പരിശുദ്ധാത്മാവെ സ്പർശിക്കണം. ആ ദിവ്യ പ്രകാശം ഇവരെ വലയം ചെയ്യട്ടെ. കർത്താവ്, ദിവ്യ ചൈതന്യം വരെ പ്രകാശിക്കട്ടെ. അവിടുത്തെ തിരു ചൈതന്യം വരെ പ്രകാശിക്കട്ടെ. അവിടുത്തെ തിരുമുഖ ചൈതന്യം വരെ പ്രകാശിക്കട്ടെ. അന്ധകാരവും അന്ധകാര ശക്തികളും വിട്ടുപോകട്ടെ. പാപവും പാപശക്തികളും വിട്ടുപോകട്ടെ. രോഗവും രോഗശക്തികളും വിട്ടുപോകട്ടെ. മാനസിക ദുഃഖങ്ങളും അസ്വസ്ഥകളും വിട്ടുപോകട്ടെ. ആത്മീയ ആനന്ദം കൊണ്ട് നിറയട്ടെ. Thank you, Jesus. Thank you, Jesus. Hallelujah. Thank you, Jesus. ആത്മാവാ ദൈവമേ, നിറയുക നീ എന്നിൽ. ആത്മാവാം ദൈവമേ, നിറയുക നീ എന്നിൽ. കൃപകളെന്നിൽ നിറഞ്ഞിടുവാൻ, വരങ്ങളെന്നിൽ വളർന്നിടുവാൻ, ആത്മാവാം ദൈവമേ, നിറയുക നീ എന്നിൽ. ആത്മാവാം ദൈവമേ, നിറയുക നീ എന്നിൽ. കർത്താവേ, നിന്റെ പരിശുദ്ധാത്മാവ് എഴുന്നള്ളി വന്ന് ഈ മക്കളിൽ ആവസിച്ച് ഇവരെ കുടികൊള്ളുമാറാകട്ടെ. ഇവരുടെ ജീവിത വഴികളെ അങ്ങനെ നയിച്ചു കൊള്ളണമേ. തിന്മയിൽ വീഴാനിടയാക്കരുതേ പിതാവേ. നമ്മുടെ കൃപ ഇവരെ നയിക്കട്ടെ. ആമേൻ. ഈശോയുടെ ആശീർവാദം നമുക്ക് സ്വീകരിക്കാം. പരിശുദ്ധ ശരീരത്താലും
വിലയേറിയ രക്തത്താലും പാപത്തിൻ കറകളിൽ നിന്നും മർത്യനു നീ സകലേശാ ദിവ്യ കടാക്ഷം തൂഗണമേ വത്സല സുതരിൽ നിർമ്മലരായി ജീവിച്ചിടുവാൻ ചിന്തണമേ ദിവ്യവരങ്ങൾ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഒരു നിമിഷം കൂടി കണ്ണുകൾ അടച്ച് ഈശോയ്ക്ക് ഹൃദയത്തിൽ നന്ദി പറയുക. ഈശോയെ നന്ദി, യേശുവേ സ്തോത്രം, യേശുവേ നന്ദി, യേശുവേ സ്തോത്രം, യേശുവേ നന്ദി, യേശുവേ സ്തോത്രം. നിത്യസഹായനാഥേ, പ്രാർത്ഥിക്കാൻ ഞങ്ങൾക്കായി നീ, നിൻ മക്കൾ ഞങ്ങൾക്കായി നീ, പ്രാർത്ഥിക്കാൻ സ്നേഹനാഥേ. കേൾക്കണേ രോദനങ്ങൾ, നൽകണേ നൽവരങ്ങൾ, നിൻ ദിവ്യസൂനുവിങ്കൽ ചേർക്കണേ മക്കളെ നീ. നിത്യസഹായനാഥേ, പ്രാർത്ഥിക്കാൻ ഞങ്ങൾക്കായി നീ, നിൻ മക്കൾ ഞങ്ങൾക്കായി നീ, പ്രാർത്ഥിക്കാൻ സ്നേഹനാഥേ. പ്രൈസ് ദി ലോർഡ്. Praise the Lord. ഹല്ലേലൂയ. Hallelujah. ഈശോയായി പ്രിയപ്പെട്ടവരെ, കർത്താവിൻ്റെ ശക്തി വിശുദ്ധ കുർബാനയിലൂടെ നമ്മൾ അനുഭവിച്ചു. എന്നാൽ ആ ശക്തി തുടർന്ന് നമുക്ക് ലഭിക്കാൻ വേണ്ടിയാണ് ഇവിടെ വിശുദ്ധ വസ്തുക്കൾ നമ്മൾ ആശീർവദിക്കുന്നത്. വിശുദ്ധ ജലവും ഉപ്പും എണ്ണയും തിരികളും സുഗന്ധ വസ്തുക്കളും ആശീർവദിക്കുന്നത് ഈ ഒരു ലക്ഷ്യത്തെ പ്രതിയാണ്. കർത്താവിൻ്റെ പരിശുദ്ധാത്മാവ് എഴുന്നള്ളി വന്ന് ആവസിച്ച് വിശുദ്ധീകരിക്കപ്പെടുന്ന, ശക്തീകരിക്കപ്പെടുന്ന ഈ ജലം വിശ്വാസ പ്രമാണം ചൊല്ലി നമ്മൾ കുടിക്കുമ്പോൾ, ഈ ഉപ്പ് വിശ്വാസ പ്രമാണം ചൊല്ലി തൂളപ്പെടുമ്പോൾ ആ മണ്ണ് വിശുദ്ധീകരിക്കപ്പെടും, അത് ഉപയോഗിക്കുന്നവർ വിശുദ്ധീകരിക്കപ്പെടും. ജലം കുടിക്കുമ്പോൾ രോഗശക്തികൾ നിർമ്മാർജ്ജനം ചെയ്യപ്പെടും. തിരികൾ തെളിക്കുമ്പോൾ ഭവനത്തിലെ പ്രകാശം പടർന്ന് അന്ധകാരം നീക്കപ്പെടും. സുഗന്ധവസ്തുക്കൾ ധൂപിക്കുമ്പോൾ എല്ലാവിധ പൈശാചിക പീഡകളും ദുഷ്ടാരൂപികളുടെ ഉപദ്രവങ്ങളും നമ്മുടെ ഭവനങ്ങളുടെ പകർച്ചവ്യാധി ഉണ്ടാക്കുന്ന രോഗാണുക്കൾ അകന്നു പോകും. മണ്ണ് നമ്മൾ ആശീർവദിക്കുന്നത് അവിടെ വന്ന് വ്യഞ്ചരിക്കാൻ പറ്റാത്തത് കൊണ്ട് ഈ മണ്ണിനെ ആശീർവദിച്ച് സിംബോളിക്കായിട്ട് ഇവിടെ ആശീർവദിക്കുക. മണ്ണ് വെച്ചിരിക്കുന്ന ആ മണ്ണെടുക്കപ്പെട്ട സ്ഥലങ്ങളെയും നമ്മൾ പ്രാർത്ഥിച്ച് വിശുദ്ധീകരിക്കുകയാണ്. ആ ഒരു ബോധ്യത്തോടു കൂടി, വിശ്വാസത്തോടു കൂടി വിശുദ്ധ വസ്തുക്കൾ ഉപയോഗിക്കണമെന്ന് പ്രത്യേകം ഓർപ്പിക്കുന്നു.